വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമി അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ വജസ്സുകളിലൂടെ വഴികളിലൂടെ നടന്നു പോയിക്കോളൂ. ഭൂമി അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഏതു ഭാഗത്തേക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു തരുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. വഇലൈഹിൻ നശൂർ, അല്ലാഹുവിലേക്കാണ് മടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയെ മനുഷ്യന് വേണ്ടി സംവിധാനം ചെയ്ത അല്ലാഹു, ഭൂമിയെ മനുഷ്യന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്ത അല്ലാഹു മനുഷ്യരോട് പറയുന്നത് ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നാണ്. അങ്ങനെ ഒരാൾ ഞാൻ ഭക്ഷണേ കഴിക്കൂല എന്ന് തീരുമാനിച്ചാൽ മരിച്ചു. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ 66 ദിവസമേ ജീവിക്കാൻ കഴിയൂ എന്നാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പഠനം. 67ാമത്തെ ദിവസമാകുമ്പോൾ ആള് മരിച്ചു പോകും. വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. വഇലൈഹിൻ നശൂർ, അല്ലാഹുവിലേക്കാണ് മടക്കമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് അല്ലാഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ട് കഴിക്കണമെന്ന് പറയുക മാത്രമല്ല, ഭക്ഷണം ലഭ്യമാകാനുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ ചെയ്തു. ഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാതിൻ വഗൈറ മഅറൂശാത്ത്, പന്തലിൽ പടർന്നു പിടിക്കുന്ന സസ്യങ്ങളെയും വഗൈറ മഅറൂശാത്ത്, പന്തലിൽ പടർന്നു പിടിക്കാത്ത നേരെ കാണ്ഡങ്ങളിൽ വളർന്നു പോകുന്ന സസ്യങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. പന്തലിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങൾ, നേരെ വളർന്നു പോകുന്ന വൃക്ഷങ്ങളുള്ള തോട്ടങ്ങൾ, അതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. വന്നഖല വസ്സറഅ മുഖ്തലിഫൻ ഉഖലു, വന്നഖല ഈത്തപ്പനയും വസ്സറഅ കൃഷികളെയും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. വസ്സൈതൂന വറുമ്മാൻ, സൈതൂനും റുമ്മാനും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. മുതശാബിഹൻ വഗൈറ മുതശാബിഹ്, ചിലതിനോട് സദൃശമുള്ളവയാണ്, ചിലത് പരസ്പരം സദൃശമില്ലാത്തവയാണ്. കുലൂ മിൻ തമരിഹി ഇദാ അസ്മർ, ഇവയെല്ലാം നിങ്ങൾക്ക് ഫലങ്ങൾ തരുമ്പോൾ നിങ്ങൾ കഴിച്ചോളൂ. വആതൂ ഹഖഹു യൗമ ഹസാദിഹി, അത് കൊയ്തെടുക്കുന്ന ദിവസം, ഫലങ്ങൾ നിങ്ങൾ കൊയ്തെടുക്കുന്ന ദിവസം അതിന്റെ അവകാശമായ സക്കാത്ത് നിങ്ങൾ നൽകുകയും ചെയ്തോളൂ. വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതവ്യയം ചെയ്യാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതവ്യയം ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് ഖുർആൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുക മാത്രമല്ല, മനുഷ്യന് ഭക്ഷണത്തിന് ആവശ്യമായ സസ്യലതാദികളെ അല്ലാഹു മുളപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ ഭക്ഷണം മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ്. എന്നാൽ ഭക്ഷണം മാത്രമല്ല, വെള്ളവും മനുഷ്യ ജീവൻ നിലനിൽക്കാൻ അനിവാര്യമാണ്. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ 66 ദിവസം ജീവിക്കാമെങ്കിൽ വെള്ളം കുടിക്കാതെ 6 ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് ജീവിക്കാനും കഴിയില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ പഠനമാണത്. ഭക്ഷണം കഴിക്കാതെ 66 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വെള്ളമില്ലാതെ 6 ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഭക്ഷണത്തെക്കാൾ ഏറെ പ്രാധാന്യമാണ് വെള്ളം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിനുള്ള സംവിധാനം അല്ലാഹു ചെയ്തു വച്ചിട്ടുണ്ട്. ഖുർആനും പറയുന്നത് നോക്കൂ നിങ്ങൾ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ,
വെള്ളമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്നാൽ നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം, ഈ സുന്ദരമായി നിങ്ങൾ കുടിക്കുന്ന ഈ രുചികരമായ വെള്ളമുണ്ടല്ലോ, തെളിനീരുണ്ടല്ലോ, ശുദ്ധജലമുണ്ടല്ലോ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, അത് മേഘങ്ങളിൽ നിന്ന് ആകാശങ്ങളിൽ നിന്ന് നിങ്ങളാണോ ഇറക്കിയത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ ഇറക്കിത്തരുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ഭക്ഷണം വേണം, അതിനല്ലാഹു സംവിധാനം ചെയ്തു. വെള്ളം വേണം, അതിനല്ലാഹു സംവിധാനം ചെയ്തു. ഭക്ഷണം കഴിക്കണമെന്നോ വെള്ളം കുടിക്കണമെന്നും പറഞ്ഞ അതേ അല്ലാഹുവാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നും ചില വെള്ളം കുടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഖുർആൻ യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. യാ ബനി ആദം, മനുഷ്യ സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, പള്ളിയിലേക്ക് നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാ നിങ്ങൾ പോകേണ്ടത്. വകുലൂ വശ്റബൂ, നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യണേ. പക്ഷേ എല്ലാ വെള്ളവും കുടിക്കാൻ പാടില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പാടില്ല. വലാ തുസ്രിഫൂ, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന പരിധി ലംഘിക്കാൻ പാടില്ല. അല്ലാഹു വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ റബ്ബ്, ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ അല്ലാഹു ഒരു പരിധി നിങ്ങൾക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ പരിധി നിങ്ങൾ മറികടക്കാൻ പാടില്ല. വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതവ്യയം ചെയ്യുന്ന ആളുകളെ, പരിധി ലംഘിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് ഖുർആൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ റബ്ബ് തന്നെയാണ് എല്ലാ വെള്ളവും നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ അല്ലാഹു തന്നെയാണ് എല്ലാ ഭക്ഷണവും നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ചില ഭക്ഷണങ്ങളെ കഴിക്കാവൂ, ചിലത് കഴിക്കരുത്. ചില വെള്ളങ്ങളെ കുടിക്കാവൂ, ചിലത് കുടിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഭക്ഷണങ്ങളും ചില വെള്ളങ്ങളും എല്ലാം മനുഷ്യന് നിരോധിക്കുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തത് എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചില കാര്യങ്ങളെല്ലാം നിരോധിക്കാനുള്ള കാരണമെന്ത് എന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ വെള്ളവും കുടിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞത് തോന്നിയ പോലെ അങ്ങ് പറഞ്ഞതല്ല. അല്ലാഹു ചില കാര്യങ്ങൾ നിരോധിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കണം, ഇത് നിരോധനത്തിന്റെ പൊതുവായ സ്വഭാവം എന്ത് എന്ന മാനദണ്ഡം എന്ത് എന്ന് അല്ലാഹു പറയുന്ന ആയത്താണ്. ഖുൽ ഹബീബായ നബിയേ, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. ഖുൽ ഹബീബായ നബിയേ, അങ്ങ് ജനങ്ങളോട് പറയണം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, എന്റെ റബ്ബ് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നത് അൽ ഫവാഹിഷ, ഫാഹിഷത്തുകളെയാണ് അല്ലാഹു നിരോധിച്ചിരിക്കുന്നത്. എന്താണ് ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ? കബായിറുദ്ദുനൂബ്, വൻദോഷങ്ങൾ അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഏതാണ് വൻദോഷങ്ങൾ? ഒന്ന് ശിർക്ക് ചെയ്യുക, മറ്റൊന്ന് വേറെ ഒരാളെ കാരണമില്ലാതെ കൊന്നുകളയുക. കാരണം തന്നെ നമ്മൾ വിചാരിക്കണ കാരണമല്ല. ഓന്നെ കൊഞ്ഞനം കാട്ടിയതുകൊണ്ട് ഞാൻ കൊന്നു പറയാൻ പറ്റൂല. ഇസ്ലാം അനുവദിച്ച ചില കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ കൊണ്ടല്ലാതെ കൊല്ലുക. അതേപോലെ വ്യഭിചരിക്കുക, മദ്യപിക്കുക, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കുക, അങ്ങനെ കുറെ എണ്ണിയിട്ടുണ്ടല്ലോ. അല്ലാഹു വൻദോഷങ്ങളെല്ലാം അല്ലാഹു നിരോധിച്ചിരിക്കുകയാ, അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വൽ ഇസ്മ,
ഇസ്മുകളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് ഇസ്മെന്ന് പറഞ്ഞാൽ? അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. നല്ല ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിന്റെ അകക്കാമ്പ് കിടക്കുന്നത് എവിടെയാണ്? എന്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ലഹരിയെ നിരോധിച്ചത്? അല്ലാഹു ലഹരിയുടെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടച്ചത് എന്താണ്? സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ വരെ ലഹരി മാഫിയകൾ വിഴുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പത്രങ്ങളിലൂടെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. എന്തുകൊണ്ടാണ് അല്ലാഹു ലഹരി പദാർത്ഥങ്ങളെ നിരോധിച്ചത്? യുവതലമുറ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നത് വൻപാപങ്ങൾ ചെയ്യുന്നത് അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല വൽ ഇസ്മാ, ഇസ്മിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് ഇസ്മെന്ന് പറഞ്ഞാൽ? അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. ഒരാൾ ഒരു ദോഷം ചെയ്താൽ ആ ദോഷത്തെ കൊണ്ടുള്ള കേട്, ഉപദ്രവം അത് ചെയ്ത ആളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വൽ ബഗ്യ, ബഗീനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ബഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖതായ അൽ മുതഅദ്ദിയ ഇലന്നാസ്. തെറ്റൊരാൾ ചെയ്തു, ആ തെറ്റിന്റെ ദുഷ്ഫലം അയാളിൽ മാത്രം നിൽക്കുന്നില്ല, പിന്നെ അത് ജനങ്ങളെ കൂടെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ചെയ്യുന്നവരെ മാത്രം പിടികൂടുന്ന ദോഷങ്ങൾ, അതേപോലെ അയാളെ മാത്രമല്ല സമൂഹത്തെയും അതിന്റെ നാശം പിടികൂടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വഅൻ തുശ്രികൂ ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിരോധിക്കാനുള്ള കാലദണ്ഡമായി അല്ലാഹു പറഞ്ഞത് ചിലത് വൻപാപങ്ങളാണ്, ചിലത് ആ ദോഷം ചെയ്യുന്ന ആളെ തന്നെ ബാധിക്കുന്ന തിന്മകളാണ്. വേറെ ചിലത് അയാളെ മാത്രമല്ല അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും ബാധിക്കുന്ന തിന്മകളാണ്. അങ്ങനെയുള്ള എല്ലാ തിന്മകളെയും അല്ലാഹു, ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കൂ, നിങ്ങൾ അല്ലാഹു പറഞ്ഞത് ചെയ്യുന്ന ആളെ ബാധിക്കുന്ന, അയാളെ മാത്രം ബാധിക്കുന്ന ചില ദോഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങൾ അല്ലാഹു നിരോധിച്ചിട്ടുണ്ട് എന്ന്. ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ കഴിച്ചോളൂ. അല്ലാഹുവിനെ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തോളൂ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അല്ലാഹുവിനെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അല്ലാഹു നിങ്ങൾക്ക് ശവങ്ങളെ നിരോധിച്ചിരിക്കുകയാണ്. ചത്തത് കടിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയാതെ സംശയിച്ചു പോകേണ്ട കാലമാണല്ലോ ഇത്. അല്ലാഹു നിങ്ങൾക്ക് ശവങ്ങളെ ഹറാമാക്കിയിരിക്കുകയാണ്. വദ്ദമ, രക്തവും അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. രക്തം കുടിക്കാൻ പാടില്ല. വലഹമൽ ഖിൻസീർ, പന്നി മാംസത്തെയും അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. പന്നി മാംസം കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ പേരല്ലാതെ മറ്റു വസ്തുക്കളുടെ പേരുച്ചരിച്ച് അറക്കപ്പെട്ടതും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ, അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ലാതെ അയാളുടെ മുമ്പിലൊന്നുമില്ലാതെയായി, കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കുമെന്ന അവസ്ഥ വന്നോ, എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഫലാ ഇസ്മ അലൈ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അയാൾ കുറ്റക്കാരനാവുകയില്ല. അല്ലാത്ത പ്രതിസന്ധിയുള്ള ഘട്ടമല്ല, സാധാരണ രീതിയിൽ അല്ലാഹു ഇത് ഹറാമാക്കിയിരിക്കുകയാണ്. ഒരാൾ ശവം ഭക്ഷിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം അയാളുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഒരാൾ രക്തം കുടിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം അയാളുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ജനങ്ങളെ അത് ബാധിക്കുന്നില്ല. വലഹമൽ ഖിൻസീർ, പന്നി മാംസം ഒരാൾ കഴിച്ചാൽ
അതുകൊണ്ടുള്ള ദോഷം അയാളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, സമൂഹത്തെ ബാധിക്കുന്നില്ല. എന്നാൽ മറ്റു ചില ദോഷങ്ങളുണ്ട്, അതിന്റെ ആഘാതം അയാളിൽ മാത്രമല്ല നിൽക്കുന്നത്, അത് സമൂഹത്തെ കൂടി പിടികൂടുന്ന ആഘാതങ്ങളാണ്. വേറെ ചില ദോഷങ്ങളുണ്ട്, അത് സ്വശരീരത്തെ മാത്രമല്ല സമൂഹത്തെയും, സ്വശരീരത്തെയും സമൂഹത്തെയും രണ്ടിനെയും ബാധിക്കുന്ന ചില ദോഷങ്ങളുണ്ട്. ചിലത് സ്വന്തം ശരീരത്തെ മാത്രം ബാധിക്കുന്ന ദോഷങ്ങളാണ്, ചിലത് സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ദോഷങ്ങളാണ്. വേറെ ചില ദോഷങ്ങൾ സ്വന്തം ശരീരത്തെയും അത് ബാധിക്കുന്നുണ്ട്, സമൂഹത്തെയും അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളും ചിലതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്ന്, ലഹരി പദാർത്ഥങ്ങൾ അല്ലാഹു എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്ന് ചർച്ച പ്രസക്തമാകുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു കള്ളടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളെ അല്ലാഹു നിരോധിച്ചത്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിന്റെ ആകത്തുക മനസ്സിലാവും നിങ്ങൾ ഈ ഹദീസ് മനസ്സിലാക്കിയാൽ. മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ മൈസറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാനവർകൾ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടാണല്ലോ ഉദ്ധരിക്കപ്പെടുന്നത്. അന്നഹു ഖാൽ ലമ്മാ നസല തഹരീമുൽ ഖംറി, കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങി. കള്ളിനെ നിരുത്സാഹപ്പെടുത്തിയുള്ള ആദ്യത്തെ ആയത്തിറങ്ങി. ഇറങ്ങിയപ്പോൾ ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയാ. അല്ലാഹുവേ, കള്ളിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായൊരു വിശദീകരണം തരണേ അല്ലാഹ്. ശ്രദ്ധിക്കണേ, കള്ള് എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്നുള്ളതിന്റെ കാരണം മുസ്ലിയാമാര് പറഞ്ഞല്ലേ, ആയത്തിന്റെ വ്യാഖ്യാനം നോക്കിയിട്ടല്ലേ, ആയത്തിന് വ്യാഖ്യാനമായി മുസ്ലിയാക്കന്മാർ പറഞ്ഞല്ല, അള്ളാഹ് തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അതിനൊരു കാരണമുണ്ടായി. ലഹരി വസ്തുക്കൾ നിരോധിക്കാനുള്ള കാരണം എന്ത് എന്ന് അള്ളാഹു തന്നെ നേരിട്ട് പറഞ്ഞു തന്നതാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു പറഞ്ഞപ്പോൾ അത് ചെയ്യണം, എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രം പഠിച്ചാൽ ലഹരി വരുത്തുന്ന വിനാശങ്ങൾ എന്ത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും. മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു കള്ള് നിരോധിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയുള്ള ആയത്തിറങ്ങുകയാണ്. അപ്പോഴാ ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയാ. അല്ലാഹുവേ, കള്ളിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു വിശദീകരണം ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്ന്. ഫനസലത് ഹാദിഹിൽ ആയ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അല്ലദീ ഫിൽ ബഖറ, സൂറത്തുൽ ബഖറയിലുള്ള ഈ ആയത്തിറങ്ങുന്നത്. എന്താണ് ആയത്ത്? യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ. ഹബീബായ നബിയേ, കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചും ആളുകൾ അങ്ങയോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയേ. കൊല്ലവരോടങ്ങ് പറയേണ്ടത്, ഫീഹിമാ ഇസ്മുൻ കബീർ, അത് രണ്ടിലും ഭയങ്കരമായ നാശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. എന്താ നമ്മൾ നേരത്തെ ഇസ്മുകളിൽ അർത്ഥം പറഞ്ഞ്? ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതന വൽ ഇസ്മ. അല്ലാഹു ഇസ്മുകളെ നിരോധിച്ചിരിക്കുകയാണ്, ഹറാമാക്കിയിരിക്കുകയാ. എന്താ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. ആ തെറ്റ് ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ മാത്രം അതിന്റെ പ്രത്യാഘാതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ശരീരത്തെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ചെയ്യുന്ന ആളെ മാത്രം ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ പറഞ്ഞത്.
ഫീഹിമാ ഇസ്മുൻ കബീർ. മദ്യം ഉപയോഗിക്കുന്നതിൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശരീരത്തെ ബാധിക്കുന്ന മഹാനാശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്. എന്താണ് ആ ഉപകാരം? ഖുർആന പറഞ്ഞ ഉപകാരം. അന്നത്തെ കാലമാണല്ലോ, മദ്യ കച്ചവടം പൊടിപൊടിക്കുന്ന കാലമാണ്, നിരോധിക്കുന്നതിന് മുമ്പുള്ള കാലം. അപ്പൊ കച്ചവടം ചെയ്താൽ വൻ ലാഭം ലഭിക്കുന്ന ഒരു മേഖലയാണ്. നിരോധനത്തിന് മുമ്പാണ് പറഞ്ഞത്. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, മദ്യത്തിന്റെയും ലഹരിയുടെയും ഗുണത്തെക്കാൾ ഏറെയും ദോഷമാണ് എന്ന് അല്ലാഹു. അതുകൊണ്ടാണ് ഞാൻ അത് നിരോധിക്കാൻ കാരണം എന്ന് അല്ലാഹു തന്നെ പറഞ്ഞു തരാം. ആൽക്കഹോൾ ചില മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ മെഡിസിന് പഠിച്ചവരോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ ഓല് പറഞ്ഞു തരും. ചില മരുന്നുകളിലൊക്കെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ? ചില രോഗങ്ങൾക്ക് അത് ആവശ്യമാണ്. എന്നാൽ അതുകൊണ്ടുള്ള ഗുണത്തേക്കാൾ ഏറെയും അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിരോധിച്ചത് എന്ന് അല്ലാഹു. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇതാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ദ്വാരന്നപ്പോൾ ഫദ്ഉയ ഉമർ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കപ്പെട്ടു. ഫഖുരിഅത് അലൈഹി, മഹാനവറുകൾക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടു. ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനവറുകൾ വീണ്ടും അതാ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. فقال اللهم بين لنا في الخمر بيانا شافيا. അല്ലാഹുവേ, ഈ വിശദീകരണം പോരെ റബ്ബേ, വ്യക്തമായൊരു വിശദീകരണം ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. ഫനസലത് ഹാദിഹിൽ ആയത്തുൽ ലതീ ഫിൻ നിസാ, അപ്പോഴാണ് സൂറത്തുൻ നിസായിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാഹ വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്താണത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാഹ, നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി പിടിച്ചവരായിരിക്കെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നവരെ. ഇതാണ് രണ്ടാമതായി ഇറങ്ങിയ ആയത്ത്. ഫകാന മുനാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ, ഇഖാമത്ത് വിളിക്കുന്ന ആൾ, അവർ നിസ്കാരത്തിന്റെ സമയമായാൽ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇദാ അഖാമ നാദാ അലാ ലാ യഖറബന്ന സ്വലാത സക്റാൻ, കള്ളുടിച്ചോലൊന്നും നിസ്കരിക്കാൻ വരരുതേ എന്ന് വിളിച്ചു പറയാറുണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയപ്പോ ഫദുഇയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരപ്പെട്ടു. ഈ ആയത്ത് മഹാനവറുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കൈപൊക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയാ, അല്ലാഹുവേ, കള്ളിനെ കുറിച്ച് റബ്ബേ, ലഹരിയെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായൊരു വിശദീകരണം തരണേ റബ്ബേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ തവണയും ദുആ ചെയ്യുകയാണ്. ഫനസലത് ഹാദിഹിൽ ആയത്തുൽ ലതീ ഫിൽ മാഇദ, അപ്പോൾ മാഇദ സൂറത്തിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. ശ്രദ്ധിക്കണേ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് മാത്രമല്ല, എന്താണ് ഇതിന്റെ കാരണം എന്ന് മനുഷ്യന്മാര് ചോദിക്കണനുസരിച്ച് അല്ലാഹു പറഞ്ഞു കൊടുത്തു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതിനനുസരിച്ചാണ് ആയത്തിറങ്ങിയത്. മാഇദ സൂറത്തിലുള്ള ഈ ആയത്തിറങ്ങിയതാണ് ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, മദ്യവും ചൂതാട്ടവും, വൽ അൻസാബു വൽ അസ്ലാം,
റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടോ, അവർ മദ്യവുമായി അടുക്കരുത്, ലഹരിയുമായി അടുക്കരുത്, ചൂതാട്ടം ചെയ്യരുത്, ശകുനം നോക്കരുത് എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. അത് പൈശാചികതയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്നമാ യുരീദു ശൈത്താനു, ഇനി ശ്രദ്ധിക്കണം, പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യത്തിലൂടെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ് എന്ന് ഖുർആൻ. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ് പിശാചിന്റെ ലക്ഷ്യം. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കേണ്ട സമയം, ആ സമയം നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്തയെ അകറ്റിക്കളയലാണ്. നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയലാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു, ഈ പണി നിങ്ങൾ നിർത്താൻ തയ്യാറുണ്ടോ? ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ ചോദ്യം എപ്പോഴാ? ഒരു കുട്ടി ഉമ്മ പറഞ്ഞൊന്നും കേൾക്കില്ല. അവസാനം ഉണ്ടല്ലോ ദേഷ്യം പിടിച്ചിട്ട് അടിക്കാൻ പോണതിന്റെ മുമ്പ് പിന്നെ ഞാൻ ആ പറഞ്ഞ ഭാര്യ നിർത്തുണ്ടോ ഇല്ലേ എന്ന് ദേഷ്യം പിടിച്ച് ചോദിക്കുന്ന പോലെ നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടാൻ തയ്യാറുണ്ടോ? നല്ല പോലെ പേടിച്ചോളൂ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറില്ലേ? ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നമ്മുടെ റസൂലുള്ളാഹിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളെ അനുസരിപ്പിക്കുക എന്ന ഡ്യൂട്ടി നമ്മുടെ ഹബീബിന്റെ ഡ്യൂട്ടിയല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഫദുഇയ ഉമർ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കപ്പെട്ടു. ഫഖുരിഅത് അലൈഹി, ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടു. ഫലമ്മാ ബലഗ ഫഹൽ ഹംതും മുൻതഹൂൻ എന്ന ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത് ഇൻതഹൈനാ ഇൻതഹൈനാ, അല്ലാഹുവേ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന്. ഇതാണ് മദ്യം അല്ലാഹു നിരോധിച്ച 3 ഘട്ടമാണിത്. അല്ലാഹുവിനോട് മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചുമുള്ള വ്യക്തമായ നിലപാട്, വ്യക്തമായ അധ്യാപനം എന്ത് എന്ന് അറിയിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. അതിനനുസരിച്ചാണല്ലോ ആയത്തിറങ്ങിയത്. വിശുദ്ധ ഖുർആൻ മദ്യവും മയക്കുമരുന്നുമെല്ലാം നിരോധിക്കാനുള്ള കാരണം എണ്ണി പറഞ്ഞെടുത്ത് നേരത്തെ അല്ലാഹു പറഞ്ഞല്ലോ. അല്ലാഹു ചില കാര്യങ്ങൾ നിരോധിക്കുന്നത് അതാ ചെയ്യുന്ന ആളെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കുന്നുണ്ട്. ചിലത് അയാളെ മാത്രമല്ല സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, ചിലത് അയാളെയും സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തിന്മകളാണല്ലോ അല്ലാഹു നിരോധിച്ചത്. എന്നാൽ മദ്യവും മയക്കുമരുന്നും അല്ലാഹു നിരോധിച്ചെടുത്ത് ഈ പറഞ്ഞ 3 പ്രത്യാഘാതങ്ങളുമുണ്ട്. ഏതാണ് ആ 3 പ്രത്യാഘാതം? 1, മദ്യപിക്കുന്ന ആളെ പിടികൂടുന്ന തിന്മകളുണ്ട്. 2, അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മദ്യം കൊണ്ടുള്ള തിന്മകൾ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. 3, സ്വശരീരത്തെയും സമൂഹത്തെയും ബാധിക്കുന്നതോടൊപ്പം ഒരാളുടെ ഉഖറവിയായ ലോകത്തെയും മദ്യം തകർത്ത് കളയുന്നുണ്ട്, ലഹരി വസ്തുക്കൾ തളർത്ത് കളയുന്നുണ്ട്. ഈ 3 ഭാഗത്തെയും പിടികൂടുന്നുണ്ട് മദ്യത്തിലുള്ള വിനാശം. അല്ലാഹുവിന്റെ ഖുർആൻ ഇത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, മദ്യം വിലക്കുന്ന അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ വിതക്കുന്ന വിനാശങ്ങൾ എന്താണ്? നമ്മൾ ഒന്നാമതായി പറയുന്നത് സ്വന്തം ശരീരത്തെ ബാധിക്കുന്ന നാശങ്ങൾ എന്ത് എന്നാണ്.
രണ്ടാമതായി നമ്മൾ പറയുന്നത് സമൂഹത്തെ ബാധിക്കുന്ന നാശമെന്ത് എന്ന. മൂന്നാമതായി നമ്മൾ പറയുക ഇത് ഉപയോഗിക്കുന്ന ആരുടെ ഉഖറവിയായ ലോകത്തെ ബാധിക്കുന്ന നാശങ്ങൾ എന്ത് എന്നാണ്. മൂന്നും കൂടി നമ്മൾ പറയും. സമയം കിട്ടിയാൽ മൂന്നും പറയാനുള്ള സമയം നമുക്ക് കിട്ടിയാൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹമുറാഹിമീനായ റബ്ബേ, അത് ഉപയോഗിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ നീ പെടുത്തരുത് അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്ന മദ്യം കുടിക്കുന്ന ആളെ, ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളെ എന്തെല്ലാം നാശങ്ങളാണ് ബാധിക്കുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. WHO എന്നാണല്ലോ പറയാറുള്ളത്. WHO പഠനമനുസരിച്ച് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന്, മദ്യവും മയക്കുമരുന്നും ഒരാളുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട്, രക്തത്തെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്നുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, കരളിനെയും ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാനമായ എല്ലാ അവയവങ്ങളെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രത്യാഘാതങ്ങൾ അവയെല്ലാം ബാധിക്കുന്നുണ്ട് എന്ന് WHO പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഖുർആൻ തന്നെ പറയുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് സുന്ദരമായ രൂപത്തിലാണെന്ന് ഖുർആൻ. സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഫീ അഹ്സനി തഖ്വീം. മനുഷ്യ ശരീരത്തിന്റെ ഘടന ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണ്. ആ ഘടനയെ താറുമാറ് വരുത്തുന്നത് ഹൃദയത്തെ താറുമാറ് വരുത്തി, കരളിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചോ, രക്തത്തെ ബാധിച്ചോ, ശരീരത്തിലെ നാഡി ഞരമ്പുകളെ ബാധിച്ചോ. മദ്യപാനം കൊണ്ട് ഈ പറയുന്ന അവയവങ്ങളെയെല്ലാം തകർത്തിക്കളഞ്ഞാൽ ന്യൂനതയില്ലാതെ അല്ലാഹു സൃഷ്ടിച്ച ശരീരത്തിനാ നമ്മൾ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മുടെ ശരീരം നമ്മുടേതല്ല. ആണോ? ആണോ? നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥനാരാ? നിങ്ങളെ കയ്യിലുള്ള മൊബൈലിന്റെ ഉടമസ്ഥനാരാ? ഇതിന്റെ കയ്യിലുള്ള മൊബൈലാ. ഇതിന്റെ ഉടമസ്ഥനാരാ? ആരാ? ഞാനാണ്. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാ. എന്നാ ഈ ശരീരം ഇതിന്റെ ഉടമസ്ഥനാരാ? നമ്മളല്ല. ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ റബ്ബാ. ഈ ശരീരം നമ്മുടെ കയ്യിൽ അല്ലാഹു തന്ന അമാനത്താണ്. അത് വളരെ വിശ്വസ്തമായി കൈകാര്യം ചെയ്യുക എന്ന ചുമതല നമ്മുടേതാണ്. അതുകൊണ്ടാണ് ആരോഗ്യം ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ആരോഗ്യം ശ്രദ്ധിക്കണേന്ന് മാത്രമല്ല, ശ്രദ്ധിക്കാൻ അനുവദിക്കുകയും ചെയ്യണേ എന്നും കൂടി പറയണം. മനസ്സിലായില്ലേ? ആരോഗ്യം രാത്രി 2 മണിക്ക് കൊണ്ടുപോയിട്ട് നെയ്ച്ചോറും ഇറച്ചും കൂടി തരാം. രാത്രി 2 മണിക്ക് നെയ്ച്ചോറും ഇറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പറയാം ഇത് കഴിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കേണ്ട സമയമല്ലേ ഉസ്താദെ? നിങ്ങളെ വിചാരിച്ചുണ്ടാക്കിയ മറ്റേ ഉന്നക്കായിയാണ്. ഒരു 2 നിങ്ങൾ തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും. പറയാൻ പാടില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ പാടില്ല. ഒരു മനുഷ്യന് ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പരിധി ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കഴിക്കണമെന്ന് പറയാൻ പാടില്ല. അതിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും ചിരിക്കണേ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ നബി, ലൈലത്തുൽ ഖദർ ഇന്ന് രാത്രിയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തു കാര്യമാണ് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത്? സലില്ലാഹ അൽ അഫ്വ വൽ ആഫിയ. ആയിഷ, നീ അല്ലാഹുവിനോട് പൊറുത്തു തരാനും ആരോഗ്യം തരാനും ദുആ ചെയ്യണേ. ആരോഗ്യം അത്രമേൽ പ്രധാനമാണ് എന്നർത്ഥം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിഅമതാൻ മഗ്ബൂനൻ ഫീഹിമാ കതീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂനൻ ഫീഹിമാ കതീറും മിനന്നാസ്, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. ആ രണ്ട് അനുഗ്രഹങ്ങളെ പരിപാലിക്കുന്ന വിഷയത്തിൽ പലരും പരാജയപ്പെട്ടവരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒന്ന് അസ്സിഹത്തു ആരോഗ്യമാണ്, രണ്ട് വൽ ഫറാഗ് ഒഴിവു സമയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യം ശ്രദ്ധിക്കുക എന്നത് ഒരാളുടെയും ചുമതലയാണ്. മദ്യപാനമാകട്ടെ ലഹരി ഉപയോഗമാകട്ടെ, അതാദ്യമായി ബാധിക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആരുടെ ശരീരത്തെയാണ്. ആരാത് പറഞ്ഞത്? ഏതെങ്കിലും മുസ്ലിം കിതാബിൽ എഴുതി വെച്ചല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. മദ്യപാനം ഒരാളുടെ ശരീരത്തെ കാർന്നു തിന്ന് നശിപ്പിക്കുന്നുവെന്ന് ഖുർആൻ. ഇസ്മെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആരുടെ ശരീരത്തെ പ്രത്യാഘാതങ്ങൾ പിടികൂടുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്ന ശരീരത്തെ? മദ്യപിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശരീരത്തെ പിടികൂടുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, സ്ഥിരമായി മദ്യപിക്കുന്നവനാണോ അയാളുടെ ഹൃദയത്തെ മദ്യപാനം ദുർബലപ്പെടുത്തുന്നതാണ്. മദ്യപാനം മുഖേന ഹൃദയം ദുർബലമായി പോകുന്നുണ്ട്. മാത്രമല്ല ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറായി പോവുകയും ചെയ്യുന്നുണ്ട്. അത് ദീർഘകാലം ഉപയോഗിക്കണമെന്ന് പോലുമില്ല എന്നാ ഇത് ശാസ്ത്രം പറയുന്നത്. ചെറിയ കാലമാണ് ഒരാൾ ലഹരി ഉപയോഗിച്ചതെങ്കിലും ശരി, അയാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറാകുന്നതാണ്. മാത്രമല്ല കൈകാലുകളിലെ, ഞാൻ വേഗം പറഞ്ഞു പോവേ, ഒരുപാട് സമയം നമ്മൾ സംസാരിക്കില്ല. കാരണം 3 രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും പറയണല്ലോ, ചെറിയ രീതിയിലെങ്കിലും എല്ലാ ഭാഗത്തും എത്തിച്ചേരണമെന്ന് കരുതിയിട്ടാണ്. വൈദ്യശാസ്ത്രം പറയുന്നത്, സ്ഥിരമായി മദ്യപിക്കുന്ന ആരുടെ കൈകാലുകളിലെ രക്തക്കുഴികൾ അമിതമായി വികസിക്കും. ഇത് മുഖേന 2 രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അയാളെ പിടികൂടുന്നുണ്ട്. ഒന്ന്, അമിതമായ രക്തസമ്മർദ്ദമുണ്ടാകും, പ്രഷർ കൂടും മദ്യപിക്കുന്നവരിൽ. 2, ഹൃദയസ്പന്ദനം ക്രമേണതീതമായി വർദ്ധിക്കുന്നതാണ്. മദ്യപിക്കുന്ന ഒരാളുടെ ശരീരത്തിലെ ഹൃദയസ്പന്ദനം ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ്. ഇത് മുഖേന 2 അപകടങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ബോധക്ഷയം ഉണ്ടാകാം, ഇടയ്ക്കിടെ ബോധക്ഷയം ഉണ്ടാവുക. 2, സ്ഥിരമായി തലകറക്കമുണ്ടാവുക. 3, മദ്യപിക്കുന്നത് മുഖേന സംഭവിക്കുന്ന മറ്റൊരു തകരാറെന്താ? രക്തത്തിലെ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു പോകും. രക്തത്തിലെ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ അനീമിയ എന്ന രോഗം പിടിപെടുന്നതാണ്. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന 3ാമത്തെ പ്രത്യാഘാതമാണത്. ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. മദ്യപിക്കുന്ന ആരുടെ ഹൃദയത്തിന്റെ പേശികൾ ദുർബലമായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോകുന്നു. അത് മുഖേന ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നത് മുഖേന സംഭവിക്കുന്ന തകരാറുകൾ എന്തൊക്കെയാണ്? സ്ഥിരമായ ക്ഷീണമുണ്ടാകും. 2, ശ്വസന തടസ്സം അനുഭവപ്പെടും. 3, നെഞ്ചുവേദന ഉണ്ടാകും. 4, ബോധക്ഷയം ഉണ്ടാകും. 5, കൈകാലുകളിലെ പേശികളിൽ ബലക്ഷയമുണ്ടാകും. 6, കൈകാലുകളിൽ നീര് പ്രത്യക്ഷപ്പെടും. സ്ഥിരമായി മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഹൃദയത്തിന്റെ താളഭംഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൃദയത്തെ ബാധിക്കുന്ന അപകടങ്ങളാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഏതൊരാളുടെ ശരീരത്തിലെയും പ്രധാനമായ ഭാഗമാണല്ലോ അയാളുടെ തലച്ചോർ, ബ്രെയിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലേ? ചില സ്ഥലത്തൊക്കെ വയലിന് മുമ്പ് കേട്ടില്ല, ഞങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഇരിക്കണം, എൻ്റെ കുട്ടിക്ക് ബുദ്ധിയില്ല ഉസ്താദേ, തലച്ചോറിന് വളർച്ചല്ല ഉസ്താദേ, ദ്വാരക്കണം. അള്ളാഹു നൽകിയ വലിയ നിഅമത്താ, അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ് ബുദ്ധി. ശ്രദ്ധിക്കണേ. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന ആളാണോ, എന്താണ് അയാളുടെ മസ്തിഷ്കത്തിന് സംഭവിക്കുന്നത്? ഈ മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം തലച്ചോറിന്റെ, ബ്രെയിനിന്റെ ഘടനയെ മാറ്റിക്കളയുന്നതാണ്. സെറിബെല്ലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതിലാണ്
മദ്യപാനം പോയി എഫക്റ്റ് ചെയ്യുന്നത്. അത് മുഖേന നമ്മുടെ തലയുടെ ബാലൻസ് നഷ്ടപ്പെടും ശരീരത്തിന്റെ. 2, സംസാര ശേഷിക്ക് താറുമാറ് സംഭവിക്കുന്നതാണ്. 3, മദ്യപിക്കുന്ന ആളുകളിൽ 20% മദ്യപിക്കാത്തവരെക്കാളും ഓർമ്മക്കുറവുണ്ടാകും. മദ്യപിക്കുന്ന ആളുകളാണോ മദ്യപിക്കാത്തവരെക്കാളും 20% അവരെ ഓർമ്മക്കുറവ് ബാധിക്കുന്നതാണ്. മാത്രമല്ല മദ്യപാനം ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. മദ്യപിക്കുന്ന അധിക ആളുകളും കൂർക്കം വലിക്കുന്നവരാ. എന്തുകൊണ്ട്? അവരുടെ തൊണ്ടയെ മദ്യപാനം അയവുള്ളതാക്കുന്നു. അത് മുഖേന ശ്വസനനാളത്തിലേക്ക് ഭാഗികമായ തടസ്സം നേരിടുന്നതാണ്. മദ്യപിക്കുന്ന ആരുടെ തൊണ്ടയ്ക്ക് വികസനമുണ്ടാകുമ്പോ ശ്വസന നാളികളിലേക്കുള്ള ഭാഗങ്ങൾ അടഞ്ഞു പോകുന്നതാണ്. അതാണ് മദ്യപിക്കുന്ന അധിക ആളുകളും കൂർക്കം വലിക്കാനുള്ള കാരണം. ജീവകങ്ങളുടെയും പോഷകാഹാരങ്ങളുടെയും കുറവ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അത് മുഖേന അസാധാരണമായ പെരുമാറ്റം, ശ്രദ്ധക്കുറവ്, സ്ഥലകാല വിഭ്രാന്തി, കണ്ണിന്റെ ചലനമാന്ദ്യം, ഇതെല്ലാം അതിന്റെ പ്രത്യാഘാതങ്ങളാണ്. സ്ഥിരമായി മദ്യപിക്കുന്നവരാണ് അവരുടെ കൈകാലുകളിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അനുഭവപ്പെടുന്നതാണ്. അത് മുഖേന തലച്ചോറിനെ ആവരണം ചെയ്യുന്ന ബാഹ്യസ്ഥലത്തിനടുത്ത് തൊട്ടടുത്തായി രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വൈദ്യശാസ്ത്രം എങ്ങനെ എണ്ണിത്തരാൻ ഞാൻ പറഞ്ഞാൽ തീരൂല. ഒരു ദിവസം വയലുറ ആരോഗ്യപരമായി ബാധിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയെന്ന് തന്നെ ഒരു ദിവസം വയലു പറയേണ്ടത് നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഉദരരോഗം പിടിപെടും മദ്യപാനികളിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ. ഉദരരോഗം എന്ന് പറഞ്ഞാൽ വയറു സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. സ്ഥിരമായി മദ്യപിക്കുന്നവനാണോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണോ അവന്റെ ദഹനേന്ദ്രിയ പ്രക്രിയ അത് താറുമാറാക്കി കളയുന്നുണ്ട്. അത് മുഖേന ഉദരവീക്കം വരും, വയറുകടി ഉണ്ടാകും, ഛർദി ഉണ്ടാകും, അൾസർ ഉണ്ടാകും. അന്നനാളത്തിലെ നീർവീക്കം കാരണം ഉള്ളിലെ നേർത്ത സ്ഥലത്ത് ക്ഷതം സംഭവിക്കുകയും ഭക്ഷണം കഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുകയും ചെയ്യും മദ്യപാനിയിൽ. അതേപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ സ്ഥിരമായ നെഞ്ചുവേദനയും അസ്വസ്ഥതയും അവരെ സ്ഥിരമായി പിടികൂടുന്നതാണ്. ആമാശയത്തിൽ മദ്യപാനിയാണോ അയാളുടെ ആമാശയത്തിൽ ആസിഡിന്റെ ഉൽപാദനം വർദ്ധിച്ചിരിക്കും. അതു കാരണമായി ആമാശയത്തിൽ നീർവീക്കമുണ്ടാവുകയും ആമാശയത്തിൽ പരിക്ക് പറ്റുകയും ചെയ്യും. അതേപോലെ പാൻക്രിയാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടുന്നുണ്ട് മദ്യപാനികളെ. പാൻക്രിയാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അതിപ്രധാനമായ ഭാഗമാണല്ലോ പാൻക്രിയാസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ മുഴുവൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രക്തത്തിലേക്ക് ലയിച്ചു ചേരാൻ സഹായിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണല്ലോ. എന്നാൽ മദ്യപാനിയുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ മദ്യപാനം കാരണം, മയക്കുമരുന്ന് ഉപയോഗം കാരണം നീർവീക്കമുണ്ടാകുന്നു. അതിന്റെ ലക്ഷണം എന്താണ്? സ്ഥിരമായ വയറുവേദന, പനി, ഛർദി എന്നതെല്ലാം പിടികൂടുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, എന്തൊക്കെ ശരീരത്തിലെ ഏതെല്ലാം പ്രധാനമായ അവയവങ്ങളുണ്ടോ ആ അവയവങ്ങളെല്ലാം മദ്യവും ലഹരി മരുന്നുകളും പിടികൂടുന്നുണ്ട്. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. ഹബീബായ നബിയെ ജനങ്ങളോട് പറഞ്ഞേക്കണേ, മദ്യം കഴിക്കരുത് എന്ന്, ലഹരി മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന്. എന്തുകൊണ്ട്? ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരത്തെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പിടികൂടുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വൈദ്യശാസ്ത്രം അത് വിശദീകരിച്ചു തരികയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മദ്യപാനികളിൽ ഹൃദ്രോഗം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗം ഏതാണ്? അർബുദമാണ്, ക്യാൻസറാണ്. മദ്യപാനിയുടെ ശരീരത്തിലെ ആന്തരികമായ പല അവയവങ്ങളെയും ക്യാൻസർ പിടികൂടുന്നുണ്ട്. അതിൽ പ്രധാനമായ അവയവങ്ങൾ ഏതാ? വായ, അന്നനാളം, മലാശയം. മദ്യപാനികളായ സ്ത്രീകളിൽ സ്തനാർബുദം അവർക്ക് സ്തനാർബുദം മറ്റുള്ളവരെക്കാളും 2 ഇരട്ടി കൂടുതലായിരിക്കും അത്രേ.
അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ വളരെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ കണ്ണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു നിങ്ങൾക്ക് 2 കണ്ണ് നൽകിയില്ലയോ? ഒരു ചുണ്ടും 2 ചുണ്ടും ഒരു നാവും നൽകിയില്ലയോ? കണ്ണൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഉബ്തുലിയ ബിഹബീബതൈ, ഒരാൾക്ക് 2 കണ്ണിന്റെയും കാഴ്ച അല്ലാഹു തടഞ്ഞു വെച്ചു, ഫസബറ വഹ്തസബ, അയാൾ ക്ഷമിക്കുകയും കൂലി ആഗ്രഹിക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഈ ഹദീസ് ദാൽ ഹുദായിലെ 3ാമത്തെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. ആ ഹദീസ് ഇങ്ങനെ വായിച്ച, അന്ന് ചെറിയ കുട്ടിയല്ലേ, ചെറിയ പ്രായം. ഈ ഹദീസ് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ദ്വാരന്ന് പോയി, പഠിച്ചോനെ 2 കണ്ണ് തിരിച്ചെടുത്താലും സ്വർഗം തന്നാ മതി എന്ന് റബ്ബേ എന്ന്. ചെറിയ കുട്ടിയല്ലേ, ചെറിയ പ്രായല്ലേ, അന്നങ്ങനെ ദ്വാരന്ന് പോയി. ഈ ഹദീസ്, ഒരാൾ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചെടുത്തിട്ട് അയാൾ ക്ഷമിക്കുകയും കൂലി ആഗ്രഹിക്കുകയും ചെയ്താൽ അപ്പീലില്ല, അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. അത്രമേൽ പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. എന്നാൽ മദ്യപാനം കണ്ണിനെ ബാധിക്കുന്നുണ്ട്. കള്ളിലെ, മദ്യത്തിലെ മീഥൈൻ ആൽക്കഹോൾ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. അത് കണ്ണിന്റെ കാഴ്ചയെ സഹായിക്കുന്ന റെറ്റിനെ ബാധിക്കുന്നുണ്ട്. അത് മുഖേന അന്ധത പിടിപെടാം, കാഴ്ചക്കുറവ് വരാം. എവിടെ ഇതിന്റെ പ്രത്യാഘാതമില്ലാത്ത? ജീവകം ബി, ഫോളിക് ആസിഡ്, ഒപ്റ്റിക് നെർവിന്റെ, ഇത് രണ്ടും ഒപ്റ്റിക് നെർവിന്റെ പ്രവർത്തനങ്ങളെ താറുമാറിലാക്കുമ്പോൾ കാഴ്ച കുറഞ്ഞു പോകുന്നതാണ്. മദ്യപാനികളിൽ ജീവകം ബിയുടെയും ഫോളിക് ആസിഡിന്റെയും കുറവ് സംഭവിക്കും. അത് മുഖേന കണ്ണിന്റെ ഒപ്റ്റിക് നെർവിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും കാഴ്ചക്കുറവ് വരികയും ചെയ്യും. കാൽസ്യത്തിന്റെ അഭാവം കാരണം പുരുഷപൃഷ്ഠങ്ങൾ മുരടിച്ചു പോവുകയും അത് മുഖേന ജീവകം കുറയുകയും അത് മുഖേന ബീജം കുറയുകയും അസ്ഥി ധ്രുവീകരണം ഉണ്ടാവുകയും അസ്ഥിഭംഗം ഉണ്ടാവുകയും ചെയ്യും. അപ്പം മദ്യപിക്കുന്ന ആളുകൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട്. ബീജങ്ങളിൽ കുറവ് സംഭവിക്കും. മദ്യപിക്കുന്ന പെണ്ണാണെങ്കിലോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെണ്ണാണെങ്കിലോ എന്താ ശാസ്ത്രം പറയുന്നത്? മദ്യപാനികളായ സ്ത്രീകളിൽ വന്ധ്യത വരും, ആർത്തവ തകരാറുകൾ ഉണ്ടാകും, ഗർഭം അലസിപ്പോകും. ഗർഭിണിയായ പെണ്ണ് മദ്യപിച്ചാൽ ഗർഭം അലസിപ്പോകുന്ന പറഞ്ഞു കൊടുത്താൽ ഞാൻ അപകടമാവുമെന്നാ വിചാരം. മൊയ്ലാറില്ല അന്ന് വേലവഞ്ഞ പറഞ്ഞേ, ഇപ്പൊ ഈ കുട്ടീനെ വേണ്ട. മൊയ്ലാറില്ല അന്ന് വേലവഞ്ഞ പറഞ്ഞേ, കള്ളുടിച്ചാൽ മതി, കള്ളുടിച്ചാൽ അലസിപ്പോകും. എന്താ ഒന്ന് കുടിച്ചാലും തിരക്കേടില്ലല്ലോ, അലസിപ്പോലാണോ പ്രധാനം എന്ന് പറയോന്നാ ബേജാറ്. 4ാമത്തെ കുട്ടി, ഒരു പെണ്ണ് ഗർഭം ധരിച്ചപ്പോഴാണ് ആ പെണ്ണിന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, ഉസ്താദേ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എന്താ? 6 കൊല്ലത്തിന് ശേഷം എൻ്റെ ഭാര്യ ഗർഭിണിയായതാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്കാവൂല ഗർഭം ധരിക്കാൻ, ഒഴിവാക്കന്നെ വേണം. ഇയാൾ പറഞ്ഞ അള്ള തന്നതല്ലേ, എന്താ അള്ള എന്നാലും വേണം, എനിക്കാവൂല, നിങ്ങൾക്ക് വേണം, നിങ്ങൾ ഗർഭം ധരിച്ചോളി. പെണ്ണ് പറയാണ്. അല്ലാത്ത അത്ഭുതം പിടിച്ച കാല. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാരെ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാക്കി തരണേ റബ്ബേ. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഗർഭിണി മദ്യപിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു മാത്രമല്ല, ആ കുട്ടി മരണപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട്. അടുത്തത്, മദ്യപിക്കുന്ന ആളുകളിൽ മാനസികമായ രോഗമുണ്ടാകും. ഉത്കണ്ഠ, എപ്പോഴും ടെൻഷൻ. അതേപോലെ ചെറിയ മാനസിക ടെൻഷൻ ഉള്ളവർ മദ്യപിച്ചാൽ അത് അമിത മദ്യപാനത്തിലേക്ക് എത്തുകയും വളരെ ഗൗരവമായി മാനസികമായ പ്രശ്നങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം കഠിനമായ മാനസിക അസ്വസ്ഥത എന്നാണ്. കഠിനമായ മാനസികമായ അസ്വസ്ഥത ഉണ്ടാകത്രേ മദ്യപാനികളിൽ. അതിന്റെ അനന്തരഫലങ്ങൾ എന്താണ്? നെഞ്ഞിടിപ്പ് കൂടുക, കൂടെ വിയർക്കുക, തൊണ്ട വരണ്ടു പോവുക, തലകറക്കമുണ്ടാവുക, കടുത്ത പരിഭ്രാന്തി ഉണ്ടാവുക, മനസ്സിന്റെ താളം തെറ്റിപ്പോവുക. ഇതൊക്കെയും മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പാനിക് ഡിസോർഡർ എന്നാണ് അതിന് പറയാ. പിന്നെ പറയുന്നത് ശാസ്ത്രം മാനസികമായി മറ്റൊരു രോഗമാണ് ഡിപ്രഷൻ.
ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെ വിഷാദനായിരിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയുന്ന ഒരു ബന്ധം വേർപ്പെടുത്തപ്പെട്ടു. എന്താ പ്രശ്നം? ഇവന് മയക്കുമരുന്നിന്റെ അടിമയാണ്. മയക്കുമരുന്നിന്റെ അടിമയായതുകൊണ്ട് എന്താ അവന്റെ പ്രശ്നം? ഒരു പണിക്കും പോവില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്ന് വീട്ടിനകത്തിരിക്കുക, ഒരു കാര്യത്തോടും താല്പര്യമില്ല. ബന്ധം ഒഴിവാക്കപ്പെട്ടു. അള്ളാഹു നൽകിയ സുന്ദരമായ ശരീരത്തെ കേടുവരുത്തുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാനമായ അവയവങ്ങളെ മുഴുവൻ മദ്യപാനം കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടവരാണ് നമ്മൾ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരു മനുഷ്യന്റെയും രണ്ടു കാൽപാദങ്ങളിൽ ഒരു കാൽപാദം പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെ കുറിച്ച് അയാൾ മറുപടി പറയാതെ. ഒന്ന്, അൻ ഉംരിഹി ഫീമ അഫ്നാ, അയാൾക്ക് അല്ലാഹു കൊടുത്ത ആയുസ്സിനെ കുറിച്ച് ചോദിക്കൂ. ആ ആയുസ് എന്തിനാണ് അയാൾ ചെലവഴിക്കിയത് എന്ന്. അയാൾ പഠിച്ച വിദ്യ കൊണ്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. പിന്നെയോ അള്ളാഹു കൊടുത്ത സ്വത്തിനെ കുറിച്ചും അള്ളാഹു ചോദിക്കോ. ആ സ്വത്ത് കൊണ്ട് ആ സ്വത്ത് എവിടെന്നാ സമ്പാദിച്ചത്, ഏതിലാണ് ചെലവഴിച്ചത് എന്ന്. 4-മത്തൊരു കാര്യമുണ്ടെന്താ, അള്ളാഹു തന്ന ആരോഗ്യമുള്ള ശരീരത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. ഈ ആരോഗ്യം നീ എന്ത് കാരണത്താലാ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ മറുപടി പറയേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെറിയ കാര്യമല്ല, ഭയങ്കരമായ ഗൗരവമുള്ള കാര്യമാണ്. പോന്ന് ശരീരത്തെ പിടികൂടുന്ന നാശങ്ങളുണ്ട്. വളരെ അപകടകരമായ രീതിയിൽ മനുഷ്യ ശരീരത്തെ പല നാശങ്ങളും പിടികൂടുന്നു. എന്നാൽ നിരോധനത്തിന്റെ മദ്യം നിരോധിച്ചതിന്റെ 2-മത്തെ ഘട്ടത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? 1-ാം ഘട്ടമായി ആയത്തിറങ്ങിയപ്പോഴാണല്ലോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ അംരി ബയാനൻ ഷാഫിയാ. അല്ലാഹുവേ, മദ്യപാനത്തെ കുറിച്ച് വ്യക്തമായ വിശദീകരണം ഞങ്ങൾക്ക് നൽകണമെന്ന്. അപ്പോൾ ഇറങ്ങിയ ആയത്തേതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ. ശ്രദ്ധിക്കണേ, 2-ാം ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തേതാ? ആദ്യ ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തിൽ അല്ലാഹു മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന തിന്മകളാ അല്ലാഹു എണ്ണിത്തന്നത്. എന്നാൽ 2-ാം ഘട്ടത്തിൽ നിരോധനത്തിനായി ഇറങ്ങിയ ആയത്തിൽ അല്ലാഹു പറയുന്നത് മനുഷ്യ സമൂഹത്തെ മദ്യം ബാധിക്കുന്നത് ഏത് രീതിയിലാണ് എന്നാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, അതേപോലെ ദുശ്ശകനം നോക്കുക, എല്ലാം മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണോ, നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഇന്നമാ യുരീദു ശൈത്താനു, പിശാച് ഉദ്ദേശിക്കുന്നത് അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിരോധവും അതേപോലെ വിദ്വേഷവും ഉണ്ടാക്കി തീർക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, പിശാച് ഉദ്ദേശിക്കുന്നത്. മദ്യത്തിലൂടെ ശൈത്താൻ ചെയ്യുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക. അദാവത്ത് എന്ന ശത്രുത ഉണ്ടാക്കുക, ബഗ്ളാ എന്ന വിരോധം ഉണ്ടാക്കുക. അപ്പൊ ഈ പരസ്പരം തോന്നുന്ന വിരോധം, ദേഷ്യം, ഇതൊന്നും നല്ലതല്ല, ഇതൊന്നും നല്ലതല്ല. പരസ്പരം വിദ്വേഷമുണ്ടാകുന്നത് പൈശാചികമാണ്. അത് എന്തിന്റെ പേരിലാണെങ്കിലും, അത് കുടുംബ സ്വത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും
മഹല്ല് കമ്മിറ്റീന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ശത്രുത ഉണ്ടാകുന്നത് അപകടം ചെയ്യും എന്ന് ഖുർആൻ. പൈശാചികമാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. നിങ്ങൾക്കിടയിൽ ശത്രുതയും അതേപോലെ വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഫിൽ ഖംരി വൽ മൈസിരി, മദ്യപാനത്തിലൂടെ, മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, ചൂതാട്ടത്തിലൂടെ, വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുകയും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയുകയുമാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് ഖുർആൻ. അപ്പൊ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞ എന്താ നിങ്ങള്, മദ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യാഘാതം അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ രണ്ടാമത്തെ പ്രത്യാഘാതം, അത് ഉപയോഗിക്കുന്നവരിൽ മാത്രം ആ പ്രത്യാഘാതം നിലനിൽക്കുന്നില്ല, സമൂഹത്തെയും കൂടെ ആ പ്രത്യാഘാതം ബാധിക്കുന്നുണ്ട് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ശ്രദ്ധിച്ചോളൂ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല ഇന്നമാ നസല തഹരീമുൽ ഖംരി, കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങാനുള്ള കാരണം ഫീ ഖബീലതൈനി മിൻ ഖബായിലിൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട രണ്ട് ഗോത്രക്കാർക്കിടയിൽ ഉണ്ടായൊരു പ്രശ്നമാണ്. ശരിബു, അവർ നല്ലോണം കള്ള് കുടിച്ചു. എപ്പോ? കള്ള് നിരോധിക്കുന്നതിന് മുമ്പ് നല്ലോണം കള്ള് കുടിച്ചു. ഫലമ്മ അൻ സമുല, നല്ലോണം കുടിച്ചാ കുറച്ച് കഴിഞ്ഞാൽ പിന്നെന്താവും? ഫിറ്റാകുക. എന്താ അതിന് പറയല്? ഹിറ്റാവുന്നോ ഫിറ്റാവുന്നു? ഫിറ്റാവുന്ന അങ്ങനെ ഈ പിന്നെ കുടിയന്മാർക്കിടയിലൊക്കെ പറഞ്ഞുതരാം. ഓനും നല്ല ഭയങ്കര ഫിറ്റ് ചെയ്യുന്നതാണ്. ഓനും നല്ല രാത്രി 10 മണിക്ക് ഞാൻ കാണുമ്പോൾ ഫുൾ ഫിറ്റാ എന്ന് പറഞ്ഞാൽ അടിച്ച് കയറിയിട്ടേ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കാം, മലപ്പുറത്തൊരു കല്യാണത്തിന് പോയത്. കുവൈത്തിലൊരുക്കെ പോയി വന്നപ്പോൾ അവിടെ ഉണ്ട് ഒരു ഗഫൂർ വൈസി എന്ന ഒരു ഉസ്താദുണ്ട്. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വിളിച്ചിട്ട് ഞാൻ പോവാ. രാത്രി പോയിട്ട് ഞാനിങ്ങനെ ആ വീട്ടിലേക്ക് തിരിയുന്ന റോട്ടിലേക്കാണ് കയറിയപ്പോൾ തന്നെ ഒരാളുണ്ട് നിലത്ത് കിടക്കണം. അപ്പോൾ കുട്ടികളൊക്കെ കൂടി ആളെ പിടിച്ചിട്ട് ഒരു വരാന്തേക്ക് എടുത്ത് കിടത്തി. നമ്മൾ ആ വീട്ടിലെത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകുന്നത്. ആ റോട്ടിൽ തിരിഞ്ഞപ്പെട്ടല്ലോ അവിടെ ഒരാൾ കള്ളുടിച്ച് വീണെടുക്കുന്നുണ്ടെന്നാണ്. അപ്പം മൂപ്പര് എന്നോട് പറഞ്ഞു, അത് നമ്മുടെ നാട്ടിലെ അസീസ് മാഷാറിനാണ്. ഇനി അസീസിന് പേരിലെല്ലാവരും നോക്കുമ്പോൾ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞെന്ന് പറയണ്ടേ? ഞാനിപ്പോൾ ആ പറഞ്ഞ വിഷയം പറയാം. അത് നമ്മുടെ നാട്ടിലെ അസീസ് മാഷാണ്. മൂപ്പര് പറയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളെ കണക്കും സയൻസും ഒക്കെ പഠിപ്പിക്കും. അസർ കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിട്ട് എവിടെയെങ്കിലും പോകും. രാവിലെ കണക്കും സയൻസും ഒക്കെ ഈ മാഷ് പഠിപ്പിച്ച കുട്ടികളാണ്. മാഷ് റോട്ടിൽ വീണ അയാളെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കടത്തല്. പ്രത്യാഘാതം ഈ കുടിക്കുന്നവനിൽ മാത്രമല്ല, സമൂഹത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കുന്നുണ്ട്. എപ്പോഴാണ് മദ്യവും മയക്കുമരുന്നും നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയത്? അൻസാറുകളിൽ രണ്ട് ഗോത്രക്കാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ? ഒരു രണ്ടുകൂട്ടരും നല്ലോണം കുടിച്ചു, ഫിറ്റായി. നല്ലോണ്ട് ഫിറ്റായപ്പോ രണ്ട് ഗോത്രക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, അടിയായി. നല്ല അടി. അങ്ങനെയല്ലോ, കുടിച്ചു കണ്ട് ഫിറ്റായ പിന്നെ ഒരു മായാ ലോകത്തായിരിക്കും ആള്. ഒരിക്കൽ ഞാൻ മട്ടന്നൂർക്ക് പോണ സമയമാണ്. അന്ന് ബസ്സിൽ കയറിയിട്ട് തലശ്ശേരിന്ന് ബസ്സിൽ കയറി മട്ടന്നൂർ എത്തുന്നതിന് മുമ്പ് കരാറ്റ എന്നൊരു സ്ഥലമുണ്ട്. കരേറ്റ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മട്ടന്നൂർക്ക് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അവിടെ എത്തിയപ്പോൾ ഒരുത്തൻ ബസ് കയറി നല്ല കുടിച്ച് ഫിറ്റായിനോ. ബാക്കിലൂടെ കയറിയിട്ട് നേരെ മുന്നിലേക്ക് ചെന്നിട്ട് സാധു രാവിലെ മുതലേ ബസ് ഓടിക്കുക ഈ ഡ്രൈവർ. അയാളോട് എന്താടാ ഹാംകെ കയറിയിട്ടേ ഇപ്പം വിളിക്കാം, എന്താടാ ഹാംകെ. അപ്പോൾ ആ കണ്ടക്ടർ വന്ന് കണ്ടക്ടറോട് എന്താടാ കൽബേന്നാ വിളിച്ച്. ഞാൻ ആ ബസ്സിലിട്ട്. അന്നാണ് ഈ മോഹൻലാലിന് ലെഫ്റ്റ് കേണൽ പദവി കിട്ടിയ ദിവസമാണ്. അയാളിങ്ങനെ പിടിച്ചിട്ട് പിന്നെ നാവൊക്കെ കുഴഞ്ഞിട്ട് വർത്താനത്തിനൊരു ലെവലില്ല. അപ്പൊ പറയാം, എന്താ മോഹൻലാൽ ലെഫ്റ്റ് കേണൽ മമ്മൂട്ടി ലെഫ്റ്റ് എന്താ ഞാൻ അടിച്ച് ഫിറ്റായിട്ട് നിന്നാ. അതാ നമ്മൾ നേരത്തെ പറഞ്ഞ് ബാധിക്കുന്ന പ്രത്യാഘാതം പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇയാളുടെ നാവിനൊന്നും ഒരു ലെവല് കിട്ടില്ല. അപ്പൊ ഇയാൾ മമ്മൂട്ടി സാർ ആളാന്ന് മനസ്സിലായി. എന്തുകൊണ്ട്? മോഹൻലാലിന് ലെഫ്റ്റ് കേണൽ പദവി കൊടുത്തതിന്റെ ദേഷ്യമാണ് മൂപ്പർക്ക് ഫിറ്റായപ്പോ പുറത്തേക്ക് വന്നത്.
കണ്ടക്ടർ ബസ്സിന് പൈസ വെച്ചും പറയാം, പൈസ. അപ്പം കണ്ടക്ടർ പിന്നെ രണ്ടാമത് ചോദിക്കാൻ നിന്നില്ല. കാരണം എന്താ, പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് വരും. ഒപ്പരും ഉണ്ടാതെ പോയി. അള്ളാഹു തന്നൊരു ബുദ്ധിയെ നശിപ്പിച്ചു കളയാം. അള്ളാഹു തന്ന ബുദ്ധിയെ നശിപ്പിക്കുക ഏറ്റവും വലിയ കുറ്റവാളിയാണ്. അങ്ങനെ പരസ്പരം അവർ അടികൂടിയപ്പോഴോ ഫലമ്മാ അൻ അസ്ബഹു, അങ്ങനെ അടികൂടി. രാത്രി നല്ല അടിച്ച് ഫിറ്റായതാണ്. രണ്ടു കൂട്ടരും ഭയങ്കരമായി അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ അടിക്കുമ്പോ ഇവരൊന്നും ഒൽക്കില്ല. നേരം വെളുത്ത് നോക്കണ സമയത്ത് നേരം വെളുത്ത് കണ്ണാടി നോക്കണ സമയത്ത് തലക്ക് മുറിണ്ട്, മൂത്തു മുറിണ്ട്, താടിമല് മുറിണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എന്നെ കുടിച്ചപ്പോ അടിച്ചത് ഇന്നാലിന്ന ആളാ. കള്ളുടിമാർക്ക് അത് ശരിക്കും ഓർമ്മ ഉണ്ടാവും. ഇന്നാലിന്ന ആളാ എന്നെ അടിച്ചത്. അവർ ഭയങ്കര ചങ്ങായിമാരായിരുന്നു. അവരുടെ കൽബുകൾക്കിടയിൽ ശത്രുത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതു കാരണം അവരുടെ കൽബിൽ ശത്രുത ഉണ്ടായി. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞു, അടിന്റെ മുറിവൊക്കെ അങ്ങനെ കണ്ടിട്ട് പോലും പറയാ, വല്ലാഹി ലൗ കാന ബി റഊഫർ റഹീമ, ഞാൻ വിചാരിച്ച മായില്ലല്ലോനെ, അവൻ എന്റെ ആത്മമിത്ര എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അവൻ എന്നോട് കരുണ ഉണ്ടായിരുന്നെങ്കിൽ, സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നല്ലോ, ഇല്ലല്ലോ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ മദ്യപാനം മുഖേന സ്നേഹിതന്മാരുടെ കൽബുകൾക്കിടയിൽ വിരോധങ്ങൾ ഉണ്ടായി, ശത്രുതയുണ്ടായി. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്, മദ്യപിക്കരുത്, അത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കുമെന്ന്, നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുമെന്ന് ആയത്തപ്പോഴാണ് ഇറങ്ങിയത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു തരികയാണ്. അപ്പൊരാൾ മദ്യപിക്കും. നിങ്ങളിപ്പോ ഈ അടുത്ത ഈ കൊല്ലത്തെ റിപ്പോർട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ജനുവരി 1-2 റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലേ? ജനുവരി 2 റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ പത്രത്തിലാവും. ഏതൊരു കൊല്ലം കഴിഞ്ഞൊല്ലതിന് മുമ്പത്തല്ലോ ഞാൻ വായിച്ചു തുറക്കണ്ട. ന്യൂ ഇയർ ആഘോഷത്തിനിടെ ആഘോഷിച്ചത് 2 ചങ്ങായിമാര്, ഭയങ്കര സുഹൃത്തുക്കളവര്. രണ്ടാളും കൂടി ആഘോഷിച്ച് മൂക്കറ്റ മദ്യപിച്ചിട്ട് ഇവർക്ക് ലെക്ക് കെട്ടപ്പോൾ ഇവർ തമ്മിൽ അടികൂടി. ഒരുത്തൻ മറ്റൊരുത്തനെ അടിച്ചു കൊന്നു എന്ന് കഴിഞ്ഞ കൊല്ലോ അതിന്റെ മുമ്പത്തെ കൊല്ലോ രാത്രിയിൽ ഉണ്ടായ സംഭവം. ന്യൂ ഇയറിന്റെ ദിവസം എന്താ, മദ്യപിച്ചിട്ട് അവസാനം വരെ പിടിച്ചപ്പം പറഞ്ഞ്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ്. ശത്രു ഉണ്ടാക്കി തീർക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം, ലഹരി ഉപയോഗിക്കുന്ന ആൾ നിൽക്കുന്നില്ല, കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, അതേപോലെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് മദ്യപാനം കാരണമാണ്. അപകടങ്ങളിൽ മദ്യപാനം വില്ലനാണ്. ആത്മഹത്യകളിൽ മദ്യപാനത്തിന് വല്ലാത്ത പങ്കുണ്ട്. ഈ പറഞ്ഞതിലെല്ലാം മദ്യപാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ നിരത്തിവെക്കുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്നത് അതിപ്രധാനമായൊരു സംഗതിയാണല്ലോ കുടുംബം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് കുടുംബത്തെ. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്താൽ, നിങ്ങൾ കുടുംബത്തിന് പേര് കൊടുത്തത് അള്ളാന്റെ പേരാണ്. ചില ആൾക്കാരുണ്ടല്ലേ, മക്കളോട് ഭയങ്കര സ്നേഹമാകുമ്പോൾ, ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, മോളെ എൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു ഷെറീൻ ബഷീർ മോളെ പേരുണ്ടാവില്ലല്ലോ. പക്ഷെ ഇയാൾ അങ്ങനെ തന്നെ പേരിട്ടിട്ട് കുട്ടിയെ പഠിപ്പിച്ചാണ്. ഷീരീൻ ബഷീർ എന്ന് തന്നെ പറയണം. ഷീരീൻ ബഷീർ എന്താ, കുട്ടീനോട് വലിയ സ്നേഹം. അപ്പൊ അയാൾക്ക് ഇഷ്ടം കൊണ്ട് അയാൾ പേരിട്ട് അയാളുടെ പേരും കൂടി കൂട്ടിയിട്ടെ. റഹമുറാഹിമീനായ റബ്ബ് കുടുംബ ബന്ധത്തിന് പേര് കൊടുത്ത് എങ്ങനെ? റഹിം എന്നാണ് കുടുംബ ബന്ധം. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ പേരാണ്. റഹം എന്നത് റഹ്മാനിൽ നിന്നാണ്. അപ്പൊ കുടുംബ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന് അള്ളാഹു പേര് നൽകിയത് അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാ. കുടുംബ ബന്ധത്തിന്റെ പ്രധാനമായ ലക്ഷ്യം എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ലിതസ്കുനു ഇലൈഹ, സമാധാനം ലഭ്യമാവുക എന്നാണല്ലോ. എന്നാൽ മദ്യപിക്കുന്ന ആരുടെ കുടുംബത്തെ മദ്യപാനി ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ്.
മദ്യപാനം കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. അതേപോലെ ദാരിദ്ര്യം കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തും. കുടുംബത്തിൽ താളപ്പിഴ ഉണ്ടാകും. അതേപോലെ ശത്രുതയും വിദ്വേഷവും വളർത്തുന്നതാണ്. കുടിയനായ കുടുംബനാഥനെ ഭാര്യമാർ വെറുക്കുന്നു. അത് മുഖേന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ശത്രുത ഉണ്ടാകുന്നു. അത് സ്നേഹം നഷ്ടപ്പെടാനും പിന്നീട് ആ കുടുംബങ്ങളിൽ സ്ഥിരമായി കലഹങ്ങളായി മാറാനും കാരണം വരുന്നു. ആ കലഹങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ കുടുംബത്തിന്റെ സ്വസ്ഥത മദ്യപാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യത്തിനും പ്രധാനമായി വില്ലനായി മാറുണ്ടെന്ന് മദ്യപാനം. മദ്യപാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തി ജീവിതത്തിൽ എന്ന വിഷയത്തിൽ ബാംഗ്ലൂരിൽ നടന്ന സെമിനാറിൽ കടം വാങ്ങുന്നവരിൽ 18% ആളുകളും മദ്യപാനികള് എന്നാണ് റിപ്പോർട്ട് വന്നത്. കടം വാങ്ങുന്ന ആളുകളിൽ കടക്കാരായി മാറുന്നതിൽ പല രീതിയിലും കടക്കാരാവുമല്ലോ. കുട്ടിനെ കെട്ടിച്ച് കടക്കാരനാവും, വീടുണ്ടാക്കിയിട്ട് കടക്കാരനാവും, അല്ലെ? കുട്ടിനെ കെട്ടിച്ച് കടക്കാരനാവോ? ആവോ അല്ലേ? ഉണ്ടാതെ കുട്ടിനെ കെട്ടിച്ച് കടക്കാരനാവോ? ആവും. താങ്ങാൻ കഴിയാത്ത കൊടുത്താൽ എന്താ? അപ്പുറത്തെ കുട്ടിക്ക് കൊടുത്ത് 75 പവനാണല്ലോ, എന്നപ്പം ഞാൻ കൊടുക്കാൻ ഞാൻ മോശമല്ല. അത് അങ്ങനൊന്നുമില്ല. അവനവൻ്റെ കഴിയണ അവനവൻ കൊടുക്കേണ്ടി, അല്ലെങ്കിൽ കടക്കാരനാവും. പല രീതിയിലും കടം വരാറുണ്ടല്ലോ. എന്നാൽ കടം വാങ്ങുന്നവരിൽ 18% മദ്യപാനത്തിന്റെ പേരിൽ കടക്കാരായവരാണ്. മദ്യപാനത്തിന്റെ പേരിൽ കടക്കാരായവരാണ്. ചൂതാട്ടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുന്നവരിൽ 60% കള്ളുകുടിയന്മാരാണ്. ചൂതാട്ടം, ലോട്ടറി ഇവയുമായി ബന്ധപ്പെടുന്നതിൽ 60.7% മദ്യപാനികളാണ്. ആൽക്കനേസ് എന്ന് പറയുന്ന ഒരു സംഘടന മദ്യപാന്മാരുടെ കുടുംബിനികളെ കുറിച്ചൊരു പഠനം നടത്തി. അതിൽ മദ്യപിക്കുന്ന ആളുകളുടെ ഭാര്യമാരിൽ 78% ആളുകളും വിഷാദ രോഗം അനുഭവിക്കുന്നവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 94.4% ഗാർഹിക പീഡനത്തിന്റെയും കാരണം ഭർത്താവിന്റെ മദ്യപാനമാണ് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒട്ടേറെ കുറ്റകൃത്യങ്ങൾക്ക് മദ്യപാനം കാരണമാകുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുകയാണ്, ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ മദ്യപാനം വെടിയണം, കള്ളിനെ നിങ്ങൾ വെടിയണം. ഫഇന്നഹാ ഉമ്മുൽ ഖബായിഥി, എല്ലാ തിന്മയുടെയും ഉമ്മയാണ് മദ്യമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലഹരി വസ്തുക്കളെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു കാന റജുലുൻ മിമ്മൻ കാന ഖബലകും, നിങ്ങളുടെ മുമ്പ് ഒരാൾ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യതഅബ്ബദു, അയാൾ ഭയങ്കരമായി ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. നിങ്ങളുടെ മുമ്പ് ഒരാൾ ഉണ്ടായിരുന്നു, അയാൾ വല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. വയതസിലുന്നാസ, ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്ന ആളായിരുന്നു അയാൾ. ഫഅലിഖതുഹും റഅതു സൂഇൻ, ആ ആളെ ഒരു പെണ്ണ് പിടികൂടി ഒരു ദിവസം. ഫഅർസലത് ഇലൈഹി ഖാദിമ, ഈ പെണ്ണ് തന്റെ വേലക്കാരിൽപ്പെട്ട ഒരാളെ ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വഖാല ഇന്നാ നദഉക ലിശ്ശഹാദ, എന്റെ വീട്ടിലൊന്ന് വരണം, ഒരു സാക്ഷി പറയാനാണ് എന്ന് പറഞ്ഞ പെണ്ണയാൾ വിളിച്ചു വരുത്തി. ഫദഖല, ഇയാൾ ഈ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ വലിയായ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു. ഫതഫിഖതു കുല്ലമാ ദഖല ബാബാ, ഈ വലിയ ആരിഫായ ഈ വലിയ മനുഷ്യനുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ജനങ്ങൾ വലിയ ആള് എന്ന് പറയുന്ന ഇയാൾ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നപ്പോൾ അഗ്ലഖതുഹു, ഓരോ ഡോറും കടക്കുമ്പോൾ ആ ഡോർ ഇങ്ങനെ അടച്ചു. ദൂന ഹത്താ ഇദാ അഫള ഐ ബലഗ ഇല ഇംറഅത്തിൻ ജാലിസ, അങ്ങനെ വീടിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണാ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. വഇൻദഹാ ഗുലാമുൻ, ആ പെണ്ണിന്റെ അടുത്തൊരു കുട്ടിയുമുണ്ട്. വസുജാജതുൻ ഫിഹാ ഖംറൻ,
കള്ളൊഴിച്ചിരിക്കുന്ന ഒരു ഗ്ലാസുമുണ്ട്. ഫഖാലത്ത്, ഈ പെണ്ണ് പറഞ്ഞു, ഇന്നാലം നദ്ഉക ലിശ്ശഹാദ, നിങ്ങളെ നമ്മൾ സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചതല്ല, വലാകിൻ നദ്ഉക ലിഖത്ലി ഹാദൽ ഉലാം, ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലണം, അതിനാ നമ്മൾ നിങ്ങളെ വിളിച്ചത്. ഔ തഖൗ അലയ്യ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിചരിക്കണം. ഔ തശ്റബു കഅസം മിനൽ ഖംരി, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്ലാസ് മദ്യം കടിക്കണോ. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ സുഹ്തുബിക, ഞാൻ ഇപ്പൊ ഇവിടുന്ന് അട്ടഹസിക്കും. അപ്പൊ ആളുകൾ പാഞ്ഞു വരും. ഞാൻ ആളുകളോട് പറയും, ഇയാൾ എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ആളുകൾക്കിടയിൽ വഷളാവും. ഈ പെണ്ണങ്ങനെ പെണ്ണ് ഭയങ്കര തന്ത്രശാലിയാ അല്ലേ അമിത് സാർ? നിങ്ങളെ ഭാര്യ സാധു പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് ഭയങ്കര ഹിക്മത്ത, തിരിയില്ല പെണ്ണിന്റെ ഹിക്മത്ത്. മനസ്സിലായില്ലേ? ഇന്നലെ വരെ നമ്മളെ ഞന്തത്തിക്കല്ലേ പോകുന്നത്, എന്നോലെ ഞന്തത്തിൽ വന്ന് കൊടുക്കാം. തിരിയില്ല, ഭയങ്കര തന്ത്ര, ചിലത് കുതന്ത്ര, മനസ്സിലാവുകയേ ഇല്ല. അങ്ങനെ എന്താ, പണ്ട് ഈ പെണ്ണുങ്ങൾക്ക് ഗർഭിണിയാണ സമയത്ത് ചക്ക മാങ്ങാക്ക് ഭയങ്കര ഇഷ്ടാവും. അറിയോ അല്ലേ? അതിന് ഗർഭിണിയാണ സമയത്ത് നാട്ടിൽ വേണ്ട, എന്നാലേ തിരിയുള്ളൂ. ഗർഭിണി നമ്മൾ പോയാൽ തിരിയില്ല. പെണ്ണുങ്ങൾക്ക് ചക്ക മാങ്ങാനോടൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഗർഭമുള്ള സമയത്ത്. ഒരു പെണ്ണിങ്ങനെ ഗർഭിണിയായി, ആ പെണ്ണിന് ഭയങ്കര ഇഷ്ടം ചക്ക മാങ്ങക്കൊക്കെ. പക്ഷെ ഇവരെ വീട് ആകെ 5 സെന്റ് സ്ഥലത്താണ്. ഏടുന്ന് പിലാവൊന്നുമില്ല, ഒരു വീടും ഒരു കിണറും, പിന്നെ തിരിഞ്ഞു പറയാൻ പോലും സ്ഥലമില്ല. ഇപ്പം ഈ പെണ്ണെപ്പോഴും രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ പറയും ചക്ക, ഒരു ചക്ക. എല്ലാ ദിവസവും ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു പേടി, ഏടുന്ന് ചക്ക, ഞമ്മക്ക് പിലാവില്ലല്ലോ പറയും. അപ്പോൾ പറയുക, ആ അയൽവാസിയുടെ പറമ്പത്ത് കണ്ടില്ലേ, അതിൻ്റെ വേരുമ്പലും കൂടി ചക്കേ. അയാളുടെ നമ്മൾ ചോദിച്ചാൽ തരൂല. അയാൾ വീണ് നശിച്ചു പോയാലും ഒരാൾക്ക് കൊടുക്കണ സ്വഭാവമില്ലാത്ത മനുഷ്യനല്ലേ, നിനക്കറിയില്ലേ, വെറുതെ എന്തിനാ പോയിട്ട് ചോദിച്ച് വഷളാവുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞെടുത്തു അപ്പോൾ ഇവള് പറഞ്ഞു, എന്നാ പിന്നെ ചോദിച്ചാൽ തരൂലെങ്കിൽ ചോദിച്ചാതെടുക്കാം. ചോദിക്കാതെടുക്കാൻ പറ്റുമോ, കക്കലാവൂലേ എന്ന് വെച്ചു. അത് സാറില്ല, നമ്മൾ അടുത്തുള്ള ഹജ്ജിന് എൻ്റെ അടുത്തുള്ളൊക്കെ ഹജ്ജിന് പോകൂലേ, ഹജ്ജിന് പോണ സമയത്ത് നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കാൻ പോവല്ലോ. പൊരുത്തപ്പെടിപ്പിക്കാൻ പോണ സമയത്ത് നമ്മൾ പറഞ്ഞാൽ മതി, എന്ത്, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയേ, പിന്നെ മെല്ലെ എടുക്കേ, ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നിയത് ശരിയാണ്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇയാൾ എന്നാൽ പിന്നെ ഈ പെണ്ണിനെ വെറുപ്പിക്കണ്ടെന്ന് എത്തിയിട്ട് ഇയാൾ പുനിച്ചു പോയി രാത്രി ചക്ക വലിക്കാൻ. അപ്പം ഇയാൾ ചക്ക വലിക്കാനാ പോയി. ചക്ക മേലെ കയറിയിട്ട് നല്ല ചക്ക നോക്കി വലിക്കാൻ വേണ്ടി മേലെ കയറി. കിണറിൻ്റെ കയറ് വലിച്ചിട്ടാണ് പോയി. എന്തിന്? ഈ ചക്ക രാത്രി വലിച്ചിടുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ശബ്ദം ഉണ്ടാവുമല്ലോ, അപ്പോൾ വീട്ടുകാരറിയും. അതിന് ഈ ചക്ക കെട്ടിത്താഴ്ത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട്, അറിയോ? ചക്ക തിന്നു. ഈ കൊല്ലം ചക്ക എന്നൂല കയ്യൊക്കെ. ഈ കൊല്ലം റംബുട്ടാൻ തിന്നൂല കയ്യൊക്കെ. എന്തെങ്കിലും കയ്യൊക്കാതെ റംബുട്ടാൻ ആരും തിന്നിട്ടില്ല. ആണോ? കയ്യൊക്കെ മടിയായിട്ടാണ്. ചക്ക തിന്നോല് കൈവൊക്കെ തന്നെ ഇല്ല. നമ്മൾ തിന്നണ്ടേ ചക്കയും ചേമ്പും ചേനയൊക്കെ. ഞമ്മക്ക് ആവശ്യമുള്ളതാണ് അല്ലേ, നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ കൊണ്ടുകൊടുക്കുക. അതേപോലെ ഞമ്മക്ക് ആവശ്യമുള്ളത് അല്ല നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിരുന്നു. മാങ്ങ ചക്കൊക്കെ നമ്മൾ ഈ മാങ്ങയും ചക്കയൊന്നും തിന്നാതെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സും വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് നമ്മളിവിടെ നിന്ന് കൊടുത്ത് തിന്നത്, അതെല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യതാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്തു? ചക്ക കയറിൽ കെട്ടിത്താഴത്തിൻ്റെ പരിപാടി ഉണ്ട് പണ്ട്. അപ്പം ഇയാളിങ്ങനെ ഈ കയറ് പിന്നെ ബാക്കിൽ ഇങ്ങനെ അരയിലിങ്ങനെ കെട്ടിയിട്ട് പിലാവ് ഇങ്ങനെ ചവിട്ടി കയറുന്ന സമയത്ത് രാത്രി ഇരുട്ടത്തല്ലേ, ഒരു ചവിട്ട് തെറ്റിയിട്ട് ഇയാൾ നേരെ താഴത്തേക്ക് പോകും. പൊട്ടും നിറഞ്ഞിട്ട് പോകണം. വീടപാട് അയൽവാസിലേക്ക് ഒച്ച കേട്ട് പാഞ്ഞു വന്ന് നോക്കുന്ന സമയത്ത് അയൽവാസി പിലാവുമെന്ന് വീണതാണ്. ഇവര് പാഞ്ഞു വന്ന് ഇയാളിങ്ങനെ പിലാവുമെന്ന് വീണ. അപ്പോൾ അരയിൽ കയറ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ് ബേജാറായി നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണ് ഓടി വന്നിട്ട് പറയാം, അതിനെന്തിനാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ കയറും കഴിച്ച് തൂങ്ങാൻ പോയത്, കുരുത്തക്കടല്ലേ എന്ന്. ഇവക്ക് വേണ്ടി ചക്ക വലിക്കാൻ പോയതാ. ഓള് പാഞ്ഞു വന്നിട്ട് പറഞ്ഞ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ തൂങ്ങാൻ പോണോ, എന്നിട്ടല്ലേ ഇപ്പൊ ഇത് പറ്റിയെന്ന്.
പെണ്ണിന്റെ അടവ് എന്ന് പറഞ്ഞാൽ അത് തിരിയില്ല. ഈ പെണ്ണ് പറഞ്ഞു, നിന്നെ ഞാൻ ഷഹാദത്തിന് വിളിച്ചതല്ല, എനിക്ക് സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചതല്ല. മൂന്നിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യണം. ഒന്നുകിൽ ഈ കുട്ടിയെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ വിഭജിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്ലാസ് കല്ല് കുടിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കും. ആളുകൾ വരുമ്പോൾ ഞാൻ പറയും ഇയാൾ എന്നെ കയറി പിടിക്കാൻ വന്നതാണ്. നിങ്ങളുടെ കപടമുഖം ആളുകൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഇയാൾക്ക് തോന്നി ഇയാൾ കുടുങ്ങും. അപ്പൊ ഈ മഹാൻ എന്ത് ചെയ്തു? നിങ്ങള് അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ കള്ള് കുടിച്ചോളാം, ആളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല, വ്യഭിചരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ മൂന്നിലും ഏറ്റവും ലഘുവായത് കള്ള് കുടിക്കലാണല്ലോ, ഞാൻ മദ്യപിച്ചോളാം എന്ന് പറഞ്ഞു. ഫസഖതുഹു, ഈ പെണ്ണിയാളെ കള്ള് കുടിപ്പിച്ചു. അപ്പോൾ ഇയാളുടെ ബുദ്ധിക്ക് മാന്യം, ഇയാളുടെ ബുദ്ധി നീങ്ങിപ്പോയി. മദ്യട് കുടിച്ചിട്ട് ഫിറ്റായപ്പോ ഇയാൾ ഈ പെണ്ണിനെ വിഭജിച്ചു. ആ പെണ്ണിനെ വിഭജിക്കുന്നത് ഈ കുട്ടി കണ്ടു. ആ കുട്ടി ആളുകളോട് പുറത്തു പറയും എന്ന് പേടിച്ച് അയാൾ ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു. ഏറ്റവും ചെറിയ തെറ്റാണ് മദ്യപാനം എന്ന് കരുതിയിട്ടാണ് അയാൾ മദ്യപാനം തിരഞ്ഞെടുത്തത്. പക്ഷേ മദ്യപിച്ചപ്പോൾ അയാൾ മറ്റേ രണ്ട് വലിയ പ്രത്യാഘാതങ്ങളും തെറ്റുകളും ചെയ്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാനില്ല, ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മദ്യപാനവും ഈമാനും ഒന്നിച്ചുണ്ടാവുകയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ മദ്യപാനത്തിന് മയക്കുമരുന്നിനും വലിയ പങ്കുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ 80% മദ്യപാനികളാണ് നടത്തുന്നത്. 84% കൊലപാതകം നടത്തിയ ആളുകൾ 84% മദ്യപാനികൾ. അതായത് 100 കൊലയാളികൾ എടുത്തു നോക്കിയാൽ 84 ആളുകളും കൊല നടത്തുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടാവും. അതേപോലെ കയ്യേറ്റങ്ങളിൽ 83% മദ്യപാനികളാണ്. ബലാത്സംഗ കേസുകളിൽ 69% മദ്യപാനികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ മദ്യപിക്കരുത്. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പ്രത്യാഘാതങ്ങൾ പറഞ്ഞാൽ തീരില്ലല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 3ാമത്തെ പ്രത്യാഘാതം എന്താ? ഒരാളുടെ പാരത്രികമായ ജീവിതത്തെ മദ്യപാനം നശിപ്പിച്ചു കളയുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാനത്തെ ഈസ, ഇനി നാളെ ഇവിടെ ഒരാൾ ബക്കറ്റ് വെച്ച് വരുമോ? ഞാൻ ഹാരിസ്ക നാളെ ഈ സമയത്ത് ബക്കറ്റ് വെച്ച് വന്നാൽ ഒരു മനുഷ്യനും ഇവിടെ കാണൂല, ആരും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ വർഷത്തെ പ്രഭാഷണത്തിന് നിങ്ങൾ കൊടുക്കുന്ന അവസാനത്തെ ബക്കറ്റ് പിരിവാൻ എല്ലാവരും പോക്കറ്റൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉഷാറായിട്ട് കൊടുത്താണ്. എല്ലാ ദിവസത്തേക്കാളും ഉഷാറായിട്ട് ഇന്നത്തെ പരിപാടി. 50 ആളുകൾ 2000 കൊടുത്താൽ എത്രയാവും? 1,00,000 രൂപ. ആരാ 2000 കൊടുക്കും? നിങ്ങൾ കൊടുക്കും മൂസക്ക? നിങ്ങൾ എടുത്തില്ലേ? 2000 ഇടാൻ പറ്റുന്ന 2000 അടി, 500 ഇടാൻ പറ്റില്ല 500 അടി, 1000 ഇടാൻ പറ്റില്ല 1000 അടി ഒക്കെ അടി. ബിസ്മില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. റഹീമീനായ അല്ലാഹ്, ആരൊക്കെയാണ് റബ്ബേ എന്തൊക്കെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിലും അല്ലാഹുവേ നീ ഇത് നിറവേറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ശ്രദ്ധിച്ചോളൂ, 1-2 ഹദീസുകൾ മാത്രമേ ഞാൻ ആ വിഷയം പറയുന്നുള്ളൂ. എൻ്റെ സമയം കഴിഞ്ഞല്ലോ. ദുആയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പൂർണ്ണമായി 2 മണിക്കൂറായി ഇപ്പോൾ വയല് തുടങ്ങിയിട്ട്. 8:44 നമ്മൾ തുടങ്ങിയത് 10:41 ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദ്യപാനം ഇത്ര വലിയ അപകടമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുവാനായി പല സംവിധാനങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ചെയ്തു വെച്ചല്ലോ. അതിൽ ഒന്ന്, മദ്യപിക്കുന്നവരെ 80 അടി അടിക്കണം. ചാട്ടവാറ് കൊണ്ട് 80 അടി അടിക്കണം. എന്തിന്? ഇത്ര വലിയ പ്രത്യാഘാതം മനുഷ്യ ശരീരത്തിലും സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു ദുർവൃത്തിയാണ് മദ്യപാനം. അതിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് മദ്യപാനിയെ അടിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ശിക്ഷാ നടപടികളും ഇസ്ലാം സ്വീകരിച്ചല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് അത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. കേൾക്കണ്ടോ? എന്തേ? പൊതുസമൂഹത്തിൽ നിന്ന് അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം. പഴയ കാലത്ത് അങ്ങനെ ചെയ്യലായിരുന്നു അല്ലേ? ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞ പരിപാടി. ഇപ്പൊ ബഹിഷ്കരിച്ചോനെ കൊടുക്കണ കാലാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്കു നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി, ആയിഷ ബീവി പറയാ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും കള്ള് കുടിച്ചാൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ, ഫലാ തുസവ്വിജൂ, മദ്യപാനിയോട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇത് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ട് ഒരു പുതിയാപ്പൾക്ക് ഒരു അന്വേഷണം ഉണ്ടായി. അയാൾ എങ്ങനെയെന്ന് ചോദിച്ചു. ഒരു സ്റ്റാൻഡിലുള്ള ഡ്രൈവറോടാണ് ചോദിച്ചത്. കാരണം ഇവൻ ഡ്രൈവറാണ്. അപ്പൊ ഡ്രൈവർമാരോട് ചോദിച്ചാൽ തിരിയല്ലോ ഇവനെ കുറിച്ച്. അപ്പോൾ ഒരു ഡ്രൈവർ, വിശ്വസ്തനായ ഡ്രൈവർ, ഈ വിവാഹം അന്വേഷിച്ച സത്യമായ കാര്യങ്ങളെ പറയാവുന്ന. പിന്നെ വേറെ ചില സ്ഥലത്തുണ്ട് ഈ കല്യാണം മുടക്കികൾ. ഇവിടെ ഉണ്ടോ? അല്ല, നല്ല നാട്ടിലൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ മുടക്കിയിട്ടൊന്നുമില്ലല്ലോ. എന്താ ആ കുട്ടി എങ്ങനെയെന്ന് ചോദിച്ചു. അങ്ങനെ ആ ആചാര മോനെങ്ങനെ ഒന്ന് അന്വേഷിച്ചാളെ. ഞാനൊന്നും പറഞ്ഞില്ല സാർ, അന്വേഷിക്കാനല്ലേ പറഞ്ഞ്. അത് മതി എങ്ങനെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ വാക്ക് മതി. ആരും അന്വേഷിക്കൂലേ? ഓൾക്ക് മനസ്സിലാവൂ അത് പറ്റൂല. പിന്നെ അന്വേഷിച്ച് ചെയ്തോളൂ. അതിന് ദിവസം ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? അന്വേഷിച്ച് ചെയ്തോളൂ എന്നല്ലേ പറഞ്ഞ്. ഉള്ളതുമാതിരി പറയണം. പണ്ട് ഇതേപോലെ ഒരുത്തനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഓനോ പുതിയാപ്പിളായി, ഓന് നിന്ന് കിട്ടിയ കേസിലായിട്ടോ. അപ്പോൾ ഈ അന്വേഷിക്കുന്ന ആൾ മനസ്സിലാക്കി എന്താ, ഓല് നമ്മളായിട്ട് ചിലപ്പോൾ നമ്മളൊരു വിവാഹ ബന്ധത്തിന് താല്പര്യപ്പെട്ടോളുന്നില്ല എന്നാണ്. അങ്ങനെ പോയി അന്വേഷിച്ചു. ഇവനെ കണ്ടുനോക്കുമ്പോൾ ഇവനെ നല്ല പേൻ്റെ കുപ്പായൊക്കെ മാറ്റിയിട്ട് കസാലയിൽ ഇങ്ങനെ ഇരിക്കണം. എന്തൊരു ചുറുക്ക് ചുമുകൻ. അപ്പോൾ ഇവർ വിചാരിച്ചു ഭയങ്കര ഉഷാറാണ്. അങ്ങനെ സംസാരിച്ച് അവസാനം കല്യാണമൊക്കെ നടത്താമെന്ന് തീരുമാനിച്ചു. കല്യാണത്തിൻ്റെ പുതിയാപ്പിള വരുമ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ കാലിന് വൈകല്യമുണ്ട്, ശരിക്കും നടക്കാൻ കഴിയില്ല, ഇവനെ നീച്ച് നിൽക്കാൻ കഴിയില്ല, എല്ലാവരും കൂടി താങ്ങിയെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പാടെ ഭാര്യ വീട്ടുകാരൊക്കെ കൂടി പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ കൂടി ബ്രോക്കറെ കോളർക്ക് പിടിച്ചിട്ട് എന്താടാ നീ എന്താ അന്വേഷിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അന്നേ ഞങ്ങളോട് പറഞ്ഞില്ല ഒന്ന് നിന്നിട്ടേ കഴിച്ചിലായി. ഞാൻ ഏടെങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞ് നിന്ന് കിട്ടിയ കഴിച്ചിലായി എന്നല്ലേ. അപ്പൊ ഇവര് മനസ്സിലായത് എന്താ അറിയോ, വിവാഹത്തിന് സമ്മതിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് അവര് മനസ്സിലാക്കണേ. മറ്റോൻ പറഞ്ഞത് ഇവന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഭാഷ പറഞ്ഞത് ഞാൻ നിന്നിട്ടിയ കഴിച്ചിലായി എന്ന് പറഞ്ഞത്. വിവാഹം അന്വേഷിച്ചാൽ ഉള്ളതുപോലെ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ആരെങ്കിലും അത്തരക്കാർക്ക് വിവാഹം അന്വേഷിച്ചു വന്നാൽ ഫലാ തുസവ്വിജൂഹു, അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. വഇൻ മരിള, മദ്യപാനിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളോ രോഗിയായാൽ ഫലാ തഉദൂഹു, നിങ്ങൾ അവന്റെ രോഗം സന്ദർശിക്കാൻ പോകരുത്. വഇൻ മാത, അങ്ങനെയുള്ള ആളുകൾ മരിച്ചാൽ ഫലാ തുസല്ലൂ അലൈഹി, നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ടൊരു വലിയ സംഗതിയാക്കിയിട്ട് നിസ്കരിച്ചു വലിയൊരു മാമാങ്കാക്കൊന്നും ചെയ്യണ്ട. അത് കുറച്ച് ആൾക്കാരെ ചെയ്തിട്ട് അയാളെ കൊണ്ടുപോയി മറമാടിക്കോട്ടെ, നിങ്ങൾ വലിയ താല്പര്യത്തിൽ ഇത് പങ്കെടുക്കുകയൊന്നും ചെയ്യണ്ട. ഫവല്ലദീ ബഅഥനീ ബിൽ ഹഖ് നബിയ്യാ, എന്നെ നബിയായി നിയോഗിച്ചവൻ ആരാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. മാ ശരിബൽ ഖംറ, കള്ള് കുടിക്കുന്ന ആൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാരാ, ഇല്ലാ മൽഊനും ഫി തൗറാ, തൗറാത്തിൽ അയാൾ ലഅനത്തു ചൊല്ലപ്പെട്ട ആളാണ്. വൽ ഇൻജീൽ, ഇൻജീലിലും ലഅനത്തു ചൊല്ലപ്പെട്ട ആളാണ്. വസ്സബൂർ, സബൂറിലും ലഅനത്തു ചൊല്ലപ്പെട്ട ആളാ. വൽ ഫുർഖാൻ, ഖുർആനിലും ലഅനത്തു ചൊല്ലപ്പെട്ട ആളാണ്. വമൻ അത്അമഹു ലുഖ്മാ, അല്ലോ ശ്രദ്ധിക്കണേ, കള്ളുകുടിയനൊരാൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, ഒരു പിടി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ പോലും സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വ അഖറബ, ഹയ്യതൻ വ അഖറബ, ഖബറിൽ ആർക്കറിയങ്ങള് കള്ളു കുടിച്ചോനല്ല,
കള്ളുകുടിയന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത ആളെ ശിക്ഷിക്കാനായി അല്ലാഹു ഖബറിൽ പ്രത്യേകം പാമ്പുകളെയും സർപ്പങ്ങളെയും തേളുകളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. വമൻ ഖലാ ഹാജത, മദ്യപാനിയുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരുടെ ആവശ്യം ഒരാൾ നിറവേറ്റി കൊടുത്താൽ ഫഖദ് ആനഹു അലാ ഹദ്മിൽ ഇസ്ലാം, അയാൾ പരിശുദ്ധമായ ദീനിനെ പൊളിക്കാൻ ശ്രമിച്ച ആളാ, സഹായിച്ച ആളാണ്. വമൻ അഖറലഹു, മദ്യപാനിക്ക് ഒരാൾ പണം കടം കൊടുത്താൽ ഫഖദ് ആനഹു അലാ ഖത്ലി മുഅ്മിൻ, ഒരു മുഅ്മിനെ കൊല്ലാൻ സഹായിച്ചവനെ പോലെയാണവൻ. വമൻ ജാലസഹു, മദ്യപാനിയുടെ കൂടെ ഒരാൾ നടന്നാൽ ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ അഅമാല ഹുജ്ജതല, അയാളുടെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അന്ധന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടും. ആരെ? മദ്യം കഴിക്കുന്നവരല്ല, മദ്യപാനിയുടെ കൂടെ നടക്കുന്നവനെ. അപ്പം മദ്യം കഴിക്കുന്ന ആരുടെ അവസ്ഥ എന്താവും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു കള്ളിനെ ശപിച്ചിരിക്കുകയാണ്. മദ്യപാനം, മയക്കുമരുന്ന് അല്ലാഹു ശപിച്ച വസ്തുക്കളാണ്. കള്ള് അല്ലാഹു ശപിച്ച വസ്തുവാണ്. ലഅനല്ലാഹുൽ ഖംറ വശാരിബഹാ, അത് കുടിക്കുന്ന ആളെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. വസാഖിയഹ, കുടിപ്പിക്കുന്ന ആളെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. വബായിഹ, അത് വിൽക്കുന്ന ആളെയും, വമുതഅഹ, വാങ്ങുന്ന ആളെയും, വഅസിറഹ, കല്ല് പിഴിയുന്ന ആളെയും, വമുതസിറഹ, പിഴിയാൻ ആവശ്യപ്പെടുന്ന ആളെയും, വഹാമിലഹ, കല്ല് വഹിച്ചു കൊണ്ടുപോകുന്ന ആളെയും, വൽ മഹ്മൂലത ഇലൈ, ആർക്കാണോ കല്ലെത്തിച്ചു കൊടുക്കപ്പെടുന്നത് അയാളെയും, വആകില സമനിഹ, കല്ല് മുഖേനയുള്ള വരുമാനം ഉപയോഗിക്കുന്ന ആളെയും. അങ്ങനെ 10 വിഭാഗം ആളുകൾ അല്ലാഹു കല്ലുമായി ബന്ധപ്പെട്ടവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാ, തലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു തആല ഇലൈഹിം യൗമൽ ഖിയാമ, ആ 3 ആളെ നേരെ അല്ലാഹു നോക്ക പോലുമില്ല ഖിയാമത്ത് നാളിൽ. ഞാൻ ഇത് ഒറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 വിഭാഗം ആളുകൾ, അവർക്ക് നേരെ അല്ലാഹു നോക്കുക പോലുമില്ല ഖിയാമത്ത് നാളിൽ. ഒന്നാര അൽആഖുലി വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ച ആളാണ്. 2 വമുദ്മിനുൽ ഖംറി, സ്ഥിരമായി കള്ളു കുടിക്കുന്ന ആളാണ്. വൽ മന്നാനു ബിമാ അഅതാ, 3 ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന ആളാണ്. ഈ 3 വിഭാഗം ആളുകളെ നേരെ അല്ലാഹു നോക്ക പോലുമില്ല എന്നാണ്. അവസ്ഥാതെ ചില ആൾക്കാർ പറയും നോക്കിയില്ലേ കേസിലായില്ല. അങ്ങനല്ല. ഒരാളെ നമ്മളെ കല്യാണത്തിന് വിളിച്ചു, നമ്മളാടെ ചെന്നിട്ട് അയാളെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് അയാൾ നമ്മളെ നോക്ക് പോലും ചെയ്തില്ല, ലോക്യം പറഞ്ഞില്ല എന്നല്ല നമ്മൾ പറയില്ലേ, അയാളൊരു വർത്താനം പറഞ്ഞില്ല, എന്നാലും അയാൾ നമ്മളെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് സമാധാനമായിരുന്നു. മഹ്ശറയിൽ നിന്ന് അല്ലാഹു തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ മഹാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ തലമുറകളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതുകൊണ്ട് തൊട്ടുപോകരുതേ എന്നെൻ്റെ കുഞ്ഞുമക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെയൊക്കെ വരയിലാക്കാനായി നിങ്ങളുടെ ചുറ്റുഭാഗത്തും റാക്കറ്റുകൾ നടക്കുന്നുണ്ട്. ഉപയോഗിച്ച് ശീലമായോ നിർത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, എൻ്റെ റൂമിൽ ഞാൻ ഇപ്പോഴും മറന്നുപോയിട്ടില്ല. ഞാൻ മട്ടന്നൂരിൽ ജോലി തുടങ്ങിയ ആദ്യകാലത്താണ്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ 19 വയസ്സാണെന്നവന്, ഞാൻ ആ സംഭവം പറഞ്ഞ് നിർത്തുകയാണ്. 19 വയസ്സാണവന്. അവൻ എൻ്റെ റൂമിൽ കയറി വന്നു. റൂമിൽ കയറിയ പാടെ അസ്സലാമു അലൈക്കും എന്നാണ്. ഞാൻ സലാം അടക്കി. പല കോലത്തിൽ മനുഷ്യന്മാരും വരുമല്ലോ. ചിലപ്പോൾ ചില ആളുകൾ ഒരു ഉസ്താദെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലുള്ള ബസ് പൂര ചെയ്യുന്നു, എൻ്റെ പോക്കറ്റ് അടിച്ചു പോയി, നിങ്ങൾ എനിക്കൊരു 142 റുപ്യ 75 ശേഷം തരുമോ, എനിക്ക് വീട്ടിലേക്ക് എത്താനുള്ള പൈസയാണ്, എത്തിയ അടുത്ത പോസ്റ്റിൽ ഇങ്ങോട്ട് അയച്ചു തരാമെന്ന്. അത് പറഞ്ഞ് വാങ്ങിപ്പോകുന്നല്ലാതെ ഒരു പോസ്റ്റിലും ആ പൈസ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ പല മനുഷ്യന്മാരും വരും. അപ്പം വന്നിട്ട് അസ്സലാമു അലൈക്കും സലാം ചൊല്ലി, വഅലൈക്കും സലാം, സലാം അടക്കുക. ഞാൻ പറഞ്ഞു ഇരുന്നോളൂ. ഇവനിങ്ങനെ ഇരുന്ന പാടെ അപ്പം എനിക്ക് പേടി.
എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഇവരെന്തോ മാനസികണ്ടോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്. ഇപ്പം കയറി വന്നപാടെ എന്നോട് പറയണ എന്താ നിങ്ങൾ, ഐ ലവ് യു. എന്നോട് പറയാം ഐ ലവ് യു. പിന്നെ ഓന് ഇങ്ങനൊക്കെ കൂടി കേട്ടണം. അപ്പം എനിക്ക് പേടിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് തന്നാൽ നമ്മൾ താങ്ങണ്ടേ, നമ്മൾ സഹിക്കണ്ടേ, തിരിച്ചടിക്കാൻ പറ്റൂലല്ലോ. ഓലടിച്ചതുണ്ടാവില്ല, ഖത്തീബ് അടിച്ചു എന്നറിയാം. ഞാൻ അപ്പാടെ എഴുന്നേറ്റിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോൻ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുത്തിയിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് മുദരിസ് ഉസ്താദ് ഉണ്ടായിരുന്നു അവിടെ, മുദരിസാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, വരി ഉസ്താദെ, ഇവിടെ ഒരാൾ വന്നിട്ടുള്ളതാണ്. ഉസ്താദ് അപ്പുറത്ത് വന്നിരുന്നു. അപ്പം അവനിങ്ങനെ എന്നിട്ട് ഇവൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദെ ഞാൻ ഇങ്ങനെ ആക്കണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. അതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണെന്ന്. ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ എന്നോട് ഞാൻ നോമ്പ് നിങ്ങളെ വയലൊക്കെ കേൾക്കാൻ പറ്റില്ലുണ്ട്, നിങ്ങളെ വയൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയുന്നതിൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾക്ക് പിന്നെ ഞാൻ എന്താ ഇങ്ങനെ ആകണം എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഉസ്താദെ ഞാൻ ഭയങ്കര കുടിനെയിരുന്നു. അപ്പോൾ SLC ഞാൻ പരീക്ഷ ചെയ്ത് തോറ്റുപോയി. തോറ്റപ്പോൾ വാപ്പ രണ്ടാമത് എഴുതാൻ പറഞ്ഞു. രണ്ടാമത് എഴുതിയപ്പോൾ പിന്നെയും തോറ്റു. തോറ്റപ്പോൾ വാപ്പ പറഞ്ഞു, ജി എൻ്റെ പാട്ടിൽ പോയിക്കോ, എന്നെ പറ്റൂല ഈ പണിക്കെന്ന് പറഞ്ഞു. അപ്പം പറയണം. അപ്പം അങ്ങനെ ഞാൻ കോഴിക്കോട്ട് പോയി. കോഴിക്കോട്ട് ഒരു ഹോട്ടൽ ജോലിക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ചെറിയ പ്രായമാണെന്ന് എനിക്ക്, 17 വയസ്സ്. ഞാൻ ഹോട്ടൽ പണിക്ക് എത്തിപ്പെട്ടു. ആ ഹോട്ടലിൽ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. രാത്രി ഇവരൊക്കെ കിടക്കുമ്പോൾ കുടിക്കും, പണി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഇവർ കള്ളുടിക്കും. അപ്പം പറയാം, ഞാൻ നല്ലൊരു ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചത്. ആദ്യത്തെ ദിവസം ഞാൻ ചെന്നിട്ട് ഇവർ കള്ളുടിക്കണൊക്കെ കാണുമ്പോൾ എനിക്ക് ബേജാറായി. പഠിച്ചോനെ ഇതിൻ്റെ കുരുത്തകളുണ്ട്, ഈ ബിൽഡിംഗ് അറ്റ പൊളിഞ്ഞ് മേത്തേക്ക് പോകുമെന്നൊക്കെ ബേജാറായിട്ടാണ് ഞാൻ കടന്നുറങ്ങി. അപ്പം പറയാം, ഇവലിങ്ങനെ പിറ്റേ ദിവസം മുതൽ ഇവർ കുടിക്കുമ്പോൾ പറയത്തരേ, കുടിക്കടാ കുറച്ച്, കമ്പനി കുടിക്കടാ എന്നൊക്കെ പറയും. ഇപ്പം പറയണേ ഞാൻ കുടിക്കൂല, കള്ള് ഹറാമെന്നൊക്കെ പറഞ്ഞു. അപ്പം പറയാം, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധ രൂഢമൂലമായി. ഇവർ കടക്കുമ്പോൾ പറയും കുടിക്കടാ, ഒരു ദിവസമെങ്കിലും കുടിക്കും കമ്പനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ദിവസം ഞാൻ കുടിച്ചു. കുടിച്ചപാടെ തലകറങ്ങി ഞാൻ ഛർദിച്ചു. പിറ്റത്തെ ദിവസം പോലും എന്നോട് പിന്നെയും കുടിക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ നല്ല തലകറങ്ങി വീണും ഛർദിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പം ഇവര് പറഞ്ഞത്രേ, അത് ആദ്യത്തെ തവണ ഉണ്ടാവുള്ളൂ, ഇനി കുടിച്ചു നോക്ക്, നല്ല രസമുണ്ടാവും, സ്വർഗത്തിലെത്തി മാതിരിണ്ടാവും. അപ്പം പറയാണ്, ഞാൻ കുടിച്ചു, അന്ന് എനിക്ക് ഭയങ്കര ആനന്ദമുണ്ടായി. പിന്നെ ഞാൻ സ്ഥിരമായി കുടിക്കാൻ തുടങ്ങി. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയാണ്, അന്നോന് 17 വയസ്സാണ്. ഇവൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് കുടി എന്ന സ്വഭാവം എന്നിലുണ്ട് എന്നവർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അവരെന്നോട് വാപ്പ പറഞ്ഞു, നീ കോഴിക്കോട്ട് ഹോട്ടൽ പണിക്ക് പോകണ്ടെന്നു. ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോന്നു. പിന്നെ അവൻ പറയാം, ഉസ്താദെ പിന്നെ ഞാൻ ഹോട്ടൽ പണിക്ക് പോയി ചേർന്നത് മാഹിയിലാണ്, നല്ല സ്ഥലത്താണ്. ഇവൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, മാഹിയിൽ ഞാൻ പോകാൻ കാരണം എന്താ വെച്ചാൽ അവിടെ കള്ളുടിക്കാൻ പൈസ ഉണ്ടാകുന്ന. ഇവൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഉസ്താദെ ഞാൻ അവിടെ ബാർ ഹോട്ടലിലാണ് ജോലി ചെയ്തത്. അപ്പം ഞാൻ രാത്രി ആയാൽ ഈ ആളുകളൊക്കെ കുടിച്ചിട്ട് ഒഴിവാക്കിയ ബോട്ടിലുണ്ടാവും. ആ ബോട്ടിലിൽ പോയി ഒക്കെ അതിൻ്റെ അടിയിലുണ്ടാവും കുറേശ്ശെ കട്ടൻ ചായ പിടിച്ച് വെച്ച മതിയാണ്, കുറേശ്ശെ ബാക്കി ഉണ്ടാവും. അതെടുത്തിട്ട് ഞാനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് രാത്രി ഞാൻ അടിച്ചു കിടക്കും. ഇവൻ പറയാണ്, ഞാൻ കുടി നിർത്തിയിട്ടില്ല എന്നെൻ്റെ വാക്കപ്പ എൻ്റെ കുടുംബക്കാർക്ക് ബോധ്യപ്പെട്ടപ്പോ എൻ്റെ വാപ്പ ഇപ്പൊ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്, എന്നെ വീട്ടിനകത്ത്, എന്നെ എങ്ങോട്ടും വിടാറില്ല. ഇപ്പം പറയാ 2 കൊല്ലം കൊണ്ട് 17ാമത്തെ വയസ്സിലും തുടങ്ങിയിട്ട് 19ാമത്തെ വയസ്സാകുമ്പോൾ 2 കൊല്ലം മുറുകുടിയനെ പോലെ. എല്ലാ ദിവസവും എന്നെ മദ്യം കിട്ടിയില്ലേ, ഉറങ്ങാൻ കഴിയില്ല. അപ്പം പറയാ, ദിവസങ്ങളായി എന്നെ തടഞ്ഞു വെച്ചതാണ് ഉസ്താദെ, പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല, എനിക്കൊന്നും തരാറില്ല. ഇവൻ എന്നോട് പറഞ്ഞത്, എനിക്ക് ദിവസങ്ങളായി മദ്യം കിട്ടാത്തത് കൊണ്ട് എൻ്റെ നാടിഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ്. അതാണ് ഇവനെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനക്കാക്കണ്ട. അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഒരു 50 റുപ്യ തരുമോ എനിക്ക്? ഞാൻ ചോദിച്ചു, എന്തിനാ 50 റുപ്യ? ഉസ്താദെ കള്ളും കുടിക്കാനല്ല, ഒന്ന് വലിക്കാൻ, എന്നിട്ടെങ്കിലും ഒരു ചെറിയ ആശ്വാസം കിട്ടാനാണ്. ഇവൻ അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അവസാനം അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ഉസ്താദേ ജീവിതം അടുത്തുവന്ന്. ചെറുപ്പക്കാരെ കേൾക്കണേ, ജീവിതം അടുത്തുവന്ന്. എത്ര വയസ്സാവനായതെന്നറിയോ? 19 വയസ്സ്. 19ാമത്തെ വയസ്സ് ജീവിക്കാൻ തുടങ്ങുന്ന കാലമാണല്ലോ. അപ്പോഴായി കുട്ടി പറയുന്നത്, ജീവിതം അടുത്തുവന്ന്, എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോവുകയാണ് എന്ന്. കള്ളോ മയക്കുമരുന്നോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്.
ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും ഉമ്മയാണത്, മാതാവാണത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുർ റഹീമീനായ റബ്ബ് നമ്മുടെ തലമുറകളെ രക്ഷപ്പെടുത്തട്ടെ. ഉമ്മമാരോട് ഞാൻ പറയാണ്, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വാട്സപ്പ് മാത്രം നോക്കി നിന്നാ മക്കൾ പഴച്ചു പോകുന്നത് അറിയില്ല. മക്കൾ പഴച്ചു പോകുന്നേ. നമ്മളെ അടുത്ത് ഒരു ഉമ്മ ഇപ്പോഴും വേദനിക്കുന്നുണ്ടാവൂലേ? ഉമ്മ ഇപ്പോഴും വേദനിക്കുന്നുണ്ടാകില്ലേ? അവന്റെ ജേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ വാട്സപ്പ് വോയിസ് ഞാൻ കേട്ടു. ജേഷൻ എന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ അങ്ങനെയുള്ള സംഘത്തിൽ ഞങ്ങളുടെ കൊച്ചനുജൻ പെട്ടുപോയി. ഞങ്ങൾ ആ കൊച്ചനുജനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും അവൻ അതിൽ പോയി പെട്ടത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഉമ്മ, പൊന്നുമക്കളെ, നിങ്ങൾ രണ്ട് കണ്ണുകൊണ്ട് ശ്രദ്ധിച്ചാൽ പോരാ. പലപ്പോഴും പല വീട്ടിലും രക്ഷിതാക്കളില്ലല്ലോ, പിതാക്കന്മാരില്ലല്ലോ. നിങ്ങൾ അശ്രദ്ധരായാൽ ദുരന്തം വളരെ ഭീകരമായിരിക്കുമെന്ന് ഓർക്കുക. ദുന്യാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിലും സ്ഥിതി വളരെ മോശമായിരിക്കും. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ.